ഈ രാത്രിയിലും ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് അല്പസമയങ്ങൾ നമുക്ക് ധ്യാനിക്കാം. അതിനെ അടിസ്ഥാനമായിട്ട് വളരെ പരിചിതമായ തിരുവെടുത്താണ് വായിച്ചത്. ഒരിക്കൽ കൂടി ആ തിരുവെടുത്ത് വായിച്ച് സഹായിക്കണമെന്ന് കർത്തൃനാമത്തിൽ ഓർപ്പിക്കുന്നു. എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിലും സ്തോത്രം ചെയ്യുവീൻ. ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തു യേശുവിൽ ദൈവേഷ്ടം. ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തു യേശുവിൽ ദൈവ ഇഷ്ടം. നമ്മുടെ ഇവിടെ കൊണ്ടുവന്ന വെള്ളമില്ല. ഒന്നുകൂടെ വായിച്ചു. എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിലും സ്തോത്രം ചെയ്യുവീൻ. ഇതല്ലോ നിങ്ങളെ ക്രിസ്തു യേശുവിൽ ദൈവേഷ്ടം. ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തു യേശുവിൽ ദൈവ ഇഷ്ടം. ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാം. പാരതിൽ പാതകി ആമനി കായിനി പാരതിൽ പാതകി ആമനി കായിനി പാരതിൽ പാതകി ആമനി കായിനി. പാതങ്ങി ആമനി കായിനി പാരതിൽ പാതങ്ങി ആമനി കായിനി.
നിൻ ആവിയൻ നാവിൽ വന്നാകയാൽ നാവിയൻ നാവിൽ വന്നാകയാൽ നവമായി ഉദിക്കും സ്തുതികൾ ധ്വനിക്കും. നവമായി ഉദിക്കും സ്തുതികൾ ധ്വനിക്കും. നവമായി ഉദിക്കും സ്തുതികൾ ധ്വനിക്കും. നവമായി ഉദിക്കും സ്തുതികൾ ധ്വനിക്കും. നല്ല മുടക്കമുറ ചെയ്തിടും മമ ചെയ്തിടും നിൻ കൃപ. 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 കല്ലിത സുഖമിക മറുവിടും തവ മുറുവിടും ദയ പെരുകിടും നോടു പരമ കരുണ രസന ശേയോ പരമ കരുണ രസന ശേയോ പരമ കരുണ രസന ശേ. ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 17-18 തിരുവെടുത്താണ് തിരുവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത്. ഇന്നലെയും മിനിഞ്ഞാന്നുമായി ശ്രേഷ്ഠരായ ദൈവദാസന്മാർ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദൈവവചനം ഇവിടെ ശുശ്രൂഷിച്ചു, സുവിശേഷം നന്നായിട്ട് പറഞ്ഞു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിലും അല്പസമയങ്ങൾ ദൈവവചനത്തിൽ നിന്ന് നമുക്ക് ചിന്തിക്കാം. ദൈവം അതിന് കൃപ നൽകട്ടെ. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 18-19 ആണല്ലോ, 17-18 വായിച്ചത്. അതില് എടുത്തു പറയുന്ന ഒരു വാക്യം, ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവ ഇഷ്ടം. നമുക്കറിയാം പുതിയ നിയമത്തിലെ 21 ലേഖനങ്ങൾ, റോമലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ 21 ലേഖനങ്ങൾ. ഈ ലേഖനങ്ങളിൽ സിംഹഭാഗ ലേഖനങ്ങളും ദൈവത്തിന്റെ ദാസനായ പൗലൂസിനാൽ എഴുതപ്പെട്ട ലേഖനങ്ങളാണ്. ഇതൊക്കെ നിങ്ങൾക്കറിയാം. ദൈവദാസന്മാർ ഇതൊക്കെ പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നവരാ. നന്നായിട്ട് നിങ്ങൾക്കറിയാവുന്ന എനിക്കറിയാം. സ്തോത്രം. നിങ്ങളിപ്പോൾ ഇരിക്കുന്നത് ബലപ്പെടാനൊന്നുമല്ല. ഞാൻ പറയുന്നത് തെറ്റുന്നുണ്ടോ ഒക്കുന്നുണ്ടോ നോക്കിയിരിക്കുക. അത് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അഥവാ എന്തെങ്കിലും തെറ്റോ അപാകതയോ വന്നാൽ നിങ്ങൾ സദയം ക്ഷമിച്ച് എന്നെയും കൂടെ ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ സിംഹഭാഗ ലേഖനങ്ങളും ദൈവത്തിന്റെ ദാസനായ പൗലൂസിനാൽ എഴുതപ്പെട്ട ലേഖനങ്ങളാണ്. ഏതാണ്ട് 10-14 ലേഖനങ്ങൾ പൗലൂസ് എഴുതി.
ശിഷ്ടമുള്ള ലേഖനം, യാക്കോബിന്റെ ഒരു ലേഖനം, യൂദയുടെ ഒരു ലേഖനം, പത്രോസിന്റെ 2 ലേഖനം, യോഹന്നാന്റെ 3 ലേഖനം. ഇങ്ങനെയാണ് 21 ലേഖനങ്ങൾ നമുക്കറിയാം. ഇതില് പൗലോസിന്റെ ലേഖനങ്ങളെ ദൈവശാസ്ത്രപരമായിട്ട് പഠിപ്പിക്കുമ്പോൾ രക്ഷാ തത്വശാസ്ത്ര പ്രകാരമുള്ള ലേഖനം, ക്രിസ്തു ശാസ്ത്രത്തെ കീർത്തിക്കുന്ന ലേഖനം, സഭാശാസ്ത്ര സംബന്ധമായ ലേഖനം, അന്ത്യകാല ശാസ്ത്ര സംബന്ധമായ ലേഖനം, അത് എല്ലാം വിവരിക്കുന്നില്ല. അതില് അന്ത്യകാല ശാസ്ത്ര സംബന്ധമായ ലേഖനമാണ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-2 ലേഖനം. നിങ്ങൾക്കറിയാം. അപ്പോൾ അന്ത്യകാല ശാസ്ത്രം ഒറ്റവാക്കി പറഞ്ഞ എന്തുവായി? അന്ത്യകാല ശാസ്ത്രം മുഴുവൻ ശാസ്ത്രമാണല്ലോ. അപ്പോൾ അന്ത്യകാല ശാസ്ത്രം ഒറ്റവാക്കി പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ വീണ്ടും വരവും അനന്തര സംഭവങ്ങളും. അതാണ് പ്രധാനപ്പെട്ട വിഷയം. പിന്നെ അന്ത്യകാല ശാസ്ത്രം നന്നായിട്ട് പഠിച്ചാൽ ക്രിസ്തുവിന്റെ ജനനം മുതൽ അന്ത്യകാലം തുടങ്ങുക. സ്തോത്രം. അതെ, ആ ഭാഗത്തേക്ക് പോകണ്ട. യേശു ക്രിസ്തു തിരുവെടുത്തം പ്രകാരം ജനിച്ചു, തിരുവെടുത്ത് പറഞ്ഞതുപോലെ ജീവിച്ചു, തിരുവെടുത്ത് പറഞ്ഞതുപോലെ മരിച്ചു, തിരുവെടുത്ത് പറഞ്ഞതുപോലെ അടക്കി, തിരുവെടുത്ത് പറഞ്ഞതുപോലെ ഉയർത്തു, തിരുവെടുത്ത് പറഞ്ഞതുപോലെ സ്വർഗത്തിലേക്ക് പോയി, തിരുവെടുത്ത് പറയും പോലെ തിരിച്ചു വരും. ഇതാ നമ്മുടെ പ്രത്യാശ. ആ പ്രത്യാശയുള്ളത് കൊണ്ടായി കഷ്ടങ്ങളും രോഗങ്ങളും പീഡകളും നിന്ദകളും ആക്ഷേപങ്ങളും അപമാനങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളൊക്കെ അടിക്കടി ഉയർന്നു വിട്ടും തളരാതെ പിന്മാറാതെ ക്ഷീണിക്കാതെ തകർന്നു പോകാതെ നല്ല ആ തടിപ്പുറത്ത് വെടി പോലെ നിൽക്കാനുള്ള കാര്യം എന്നാണെന്നറിയാമോ? ഈ പങ്കപ്പാട് മുഴുവൻ തീരും. സങ്കീർത്തനക്കാരൻ പാടുക, ഇത് വേഗം തീരും, ഞങ്ങൾ ഇവിടുന്ന് പറന്നു പോകും. അതാണ് നമ്മുടെ പ്രത്യാശ. ഈ പ്രത്യാശയ്ക്ക് പുസ്തകത്തിലെ വാക്യം എങ്ങനെ? ഭാഗ്യകരമായ പ്രത്യാശ. ഇത് ഇതര മതസ്ഥർക്കില്ല. ഏതാ ഈ പ്രത്യാശ? നമ്മുടെ നേതാവ് പോയി തിരിച്ചു വരും, വീണ്ടും വന്ന് നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകും. പല ആൾക്കാരും ഒന്നും പറയാതാ പോയത്. കണ്ണു മറഞ്ഞതല്ലാതെ ഒന്നും വേണ്ടിയില്ല. സ്തോത്രം. നമ്മൾ എന്തെങ്കിലും പറഞ്ഞോ? പറയാനായിട്ട് ഇങ്ങനെ ഒന്നും വേണ്ടിയില്ല. പല നേതാക്കന്മാരും ഒന്നും മിണ്ടാതെ അനുയായികളെ വെട്ടിനകത്തിട്ടേച്ച് പോയപ്പോൾ നമ്മുടെ നേതാവ് പറയേണ്ടതെല്ലാം പറഞ്ഞേച്ചാ പോയത്. അല്ലെ, മരിക്കുന്നതിന് മുന്നേ പറഞ്ഞായിരുന്നല്ലോ ഇങ്ങനെ മരിക്കുന്നെന്ന്. സ്തോത്രം. മനുഷ്യപുത്രൻ പിടിക്കപ്പെടും, മനുഷ്യപുത്രനെ ക്രൂശിക്കും, മനുഷ്യപുത്രൻ ക്രൂശിക്കപ്പെടും, മനുഷ്യപുത്രൻ മരിക്കും, മനുഷ്യപുത്രൻ ഉയർക്കും എല്ലാം പറഞ്ഞേച്ചാ പോയത്. അല്ലാതെ കൂടെ വന്നവരോടൊന്നും മിണ്ടാതെ ഉണ്ടയിടുകയല്ലായിരുന്നു. സ്തോത്രം. കാത്തിരുന്ന് കൺകൾ ഇതാ മങ്ങിടുന്നേ, കർത്തനെ നീ പോയിട്ട് എത്ര കാലമായി. കാത്തിരുന്നു കൺകൾ ഇതാ മങ്ങിടുന്നേ, കർത്തനെ നീ പോയിട്ട് എത്ര കാലമായി. അടുത്ത പാട്ട് വായിക്കാം. അപ്പൊ ശ്രദ്ധിക്കുക, പാട്ട് ഇഷ്ടം പോലെ ഉണ്ട്. അടുത്ത നീ ഭാരപ്പെടുവൊന്നും വേണ്ട, അടുത്തതിനെ വായിക്കാം. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മുടെ പ്രത്യാശ യേശു ക്രിസ്തുവിന്റെ വീണ്ടും വരവ്, ദൈവത്തിന്റെ മഹത്വം. മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന മോനെ പേരെന്നാ? ബിജു, കുഴപ്പമില്ലല്ലോ. അപ്പൊ യേശു ക്രിസ്തു തിരുവെടുത്ത് പറഞ്ഞതുപോലെ ജനിച്ച് ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്ത് സ്വർഗത്തിൽ കരേറി തിരുവെടുത്ത് മറമ്പിൽ തിരിച്ചു വന്ന് നമ്മളെ ചേർത്ത് കൊണ്ടുപോകും. അപ്പോൾ അന്ത്യകാല ശാസ്ത്ര പ്രകാരമുള്ള ലേഖനമാണ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-2 ലേഖനങ്ങൾ. നിങ്ങൾക്കറിയാം, ഞാൻ സാധാരണ പറയാനുണ്ട്, നിങ്ങൾക്കും അറിയാം, തെസ്സലോനിക്കർക്ക് 2 ലേഖനം എഴുതി. ഈ 2 ലേഖനത്തിൽ 2 വിഷയങ്ങളാ പ്രധാനം. ആ 2 വിഷയങ്ങൾ എന്തെന്ന് ചോദിച്ചാൽ 2 പ്രത്യക്ഷത. ആ 2 പ്രത്യക്ഷത 2 പേരുടെ പ്രത്യക്ഷതയാണ്. ആ 2 പേര് ആരെന്ന് ചോദിച്ചാൽ നമുക്കറിയാം. 1 യേശു ക്രിസ്തു, 2 എതിർ ക്രിസ്തു. 2 പേരുടെ പ്രത്യക്ഷത. അതിലെ 2-ാം ലേഖനത്തിലെ വിഷയം അറിയാം, എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. അതിന് ഒരു വാക്യം ഒന്ന് വായിച്ചു, അറിവുള്ള വാക്യമാകുന്നോടൊന്ന് വായിച്ചാൽ മതി. 2:9, 2-ാം ലേഖനം 2:9. ഇതെല്ലാം നമുക്ക് അറിവുള്ള വാക്യമായി. എടേ, നിങ്ങൾ 2 കാല് മടക്കി, നിനക്ക് നടുവിന് പ്രയാസമുണ്ടോ? നിനക്കുണ്ടോ?
നീ കയ്യും എല്ലാം കുത്തി അങ്ങ് വൈകാതെ കിട. കസാര വേണോ നിനക്ക്? നടുവിന് പ്രയാസം വല്ലതും ഉണ്ടോ? നേരെ ഇവൻ ഇരിക്കുമ്പോൾ കൈയെടുത്ത് നേരെ ഇരിയുടെ. അവൻ വയ്യ. എന്നാലും നീ വന്നിരിക്കുന്നല്ലോ, വലിയ കാര്യം. അവന്റെ പ്രായമുള്ളവരാരും ഇല്ല. വായിച്ചേ. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത. അപ്പോൾ രണ്ടാം ലേഖനത്തിലെ വിഷയം എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. അതാണ് അധർമ്മമൂർത്തി എന്ന പ്രയോഗമാണ് കൊടുത്തിരിക്കുന്നത്. എതിർ ക്രിസ്തുവിന് പല പേരുകൾ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. സ്വഭാവവും രീതിയും പ്രകൃതി അനുസരിച്ച് ആ പേര് മാറുന്നത്. അപ്പോൾ അധർമ്മമൂർത്തി, നാശയോഗ്യൻ, തുമ്പകെട്ട ഇടയൻ, വരുവാനുള്ള പ്രഭു, ഇങ്ങനെയുള്ള പദപ്രയോഗങ്ങളാണ് പുസ്തകത്തിൽ കൊടുത്തത്, നമുക്കറിയാം. അപ്പോൾ രണ്ടാം ലേഖനത്തിലെ വിഷയം എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത, ദൈവത്തിന്റെ മഹത്വം. നമ്മുടെ വിഷയം രണ്ടാം ലേഖനമല്ലല്ലോ, ഒന്നാം ലേഖനമാണല്ലോ. അപ്പോൾ ഒന്നാം ലേഖനത്തിലെ വിഷയം യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. നിങ്ങൾക്കറിയാം, ഒന്നാം ലേഖനത്തിൽ 5 അധ്യായമുണ്ട്. 5 അധ്യായത്തിലും യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടുമെന്ന് പൗലോസ് തെളിയിച്ചു. ആമേൻ. പെട്ടെന്ന് വാക്യങ്ങൾ വായിച്ചോ? നന്നായിട്ട് വാക്യം വായിക്കുന്നുണ്ട്, അതിന് നന്ദി ചൊല്ലുന്നു. ആമേൻ. 5 അധ്യായങ്ങൾ ഒന്നാം ലേഖനത്തിലുണ്ട്. 5 അധ്യായത്തിലും യേശു പ്രത്യക്ഷപ്പെടുമെന്ന് തെളിയിച്ചു. 1-ാം അധ്യായത്തിന്റെ 9, 10, 2-ാം അധ്യായത്തിന്റെ 19, 3-ാം അധ്യായത്തിന്റെ 13, 4-ാം അധ്യായത്തിന്റെ 13 മുതൽ 18 വരെയുള്ള വാക്യം, 5-ാം അധ്യായത്തിന്റെ 23-ാമത്തെ തിരുവെടുത്ത് 1-ന്റെ 8-ഉം 9-ഉം വായിക്കാം. 9-ഉം 10-ഉം വായിച്ചു. 1-ന്റെ 9-ഉം 10-ഉം. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചുവെന്ന് ജീവനുള്ള സത്യദൈവത്തെ സേവിക്കുവാനും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാനും. മതി. നിങ്ങൾ വിഗ്രഹം സ്വർഗത്തിൽ നിന്ന് വരും. വരുവാനുള്ള കോപത്തിൽ നിന്ന് എന്നെയും നിങ്ങളെ വിടിക്കുവാൻ യേശു സ്വർഗത്തിൽ നിന്ന് വരും. ഒരു സന്തോഷമില്ല. അത് ഞാനിപ്പോ പറയണ്ട. യേശു സ്വർഗത്തിൽ നിന്ന് വരുമോ? എവിടുന്നേലും വരട്ടെ, നമുക്ക് എന്നാ. സ്തോത്രം, സ്തോത്രം. അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് വീണ്ടും വരും എന്ന് പറഞ്ഞ യേശു പ്രത്യക്ഷപ്പെടുമെന്നാ പറഞ്ഞത്. ഇനി 2-ാം അധ്യായത്തിന്റെ 19-ാമത്തെ തിരുവെടുത്ത് വായിക്കാം. നമ്മുടെ കർത്താവായ യേശുവിന്റെ മുൻപാകെ, ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശുവിന്റെ മുൻപാകെ അവന്റെ പ്രത്യക്ഷതയിൽ അവിടെയും യേശു പ്രത്യക്ഷപ്പെടുമെന്ന് പൗലോസ് തെളിയിച്ചു. ഇനി 3-ന്റെ 13 വായിച്ചാട്ട് കർത്തൃദാസനെ. 3:13. ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷത അവിടെയും യേശു പ്രത്യക്ഷപ്പെടുമെന്ന് തെളിയിച്ചു. 4:13 മുതൽ. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അടുത്തത്, യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവരോട് കൂടെ വരുത്തും. പിന്നെ കർത്താവിന്റെ പ്രത്യക്ഷത വരെ അവിടെയും യേശു പ്രത്യക്ഷപ്പെടുമെന്ന് തെളിയിച്ചിരിക്കുക. ഇനി അറിവുള്ള വാക്യം 5:23. സമാധാനത്തിന് ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത അവിടെയും യേശു പ്രത്യക്ഷപ്പെടുമെന്ന് തെളിയിക്കുക. അപ്പോൾ 5 അധ്യായമുണ്ട് 1-ാം ലേഖനത്തിൽ. 5 അധ്യായത്തിലും ആരൊക്കെട്ടുറപ്പിച്ചു യേശു വീണ്ടും പ്രത്യക്ഷപ്പെടാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. യേശു വീണ്ടും പ്രത്യക്ഷപ്പെടും. ഒരിക്കൽ പ്രത്യക്ഷപ്പെട്ടു. എബ്രായ ലേഖനം 9:26 ഒരിക്കൽ പ്രത്യക്ഷപ്പെട്ടതാ. എബ്രായർ 9:26 വേഗത്തിൽ. എപ്രാളം പിടിക്കണ്ട, താള് കീറുകയും ചെയ്യണ്ട, ഞാനിവിടെ ഉണ്ട്, നമുക്ക് പതുക്കെ വായിച്ചാൽ മതി. അങ്ങനെയായാൽ ലോകസ്ഥാപനം മുതൽക്ക് അവൻ പലപ്പോഴും കഷ്ടമനുഭവിക്കേണ്ടിയിരുന്നു. അടുത്തത്, എന്നാൽ അവൻ ലോകാവസാനത്തിങ്കൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. അത് അവിടുത്തെ ആദ്യത്തെ പ്രത്യക്ഷത. എങ്ങനെ? കന്യാസൂനുമായി ഭൂമിയിൽ അവതരിച്ചതാണ്. കന്യാസൂതനായി തരയിൽ വന്നുദിച്ച ധന്യനിമാനുബൽ ഇവൻ താനെ. കന്യകസൂതനായി തരയിൽ വന്നുദിച്ച ധന്യനിമാനുബൽ ഇവൻ താനെ.
കന്യകസുതനായി ധരയിൽ വന്നുദിച്ച ധന്യനിമാനുബലിവന്താനേ. കന്യകസുതനായി ധരയിൽ വന്നുദിച്ച ധന്യനിമാനുബലിവന്താനേ. ആദിയിൽ പറുദീസിൽ നാദൻ വാക്കു ചൊന്ന നാരിയിൻ സന്തതി വന്താനേ. ആദിയിൽ പറുദീസിൽ നാദൻ വാക്കു ചൊന്ന നാരിയിൻ സന്തതി വന്താനേ. ഇവനെ 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 ക്രിസ്തു സുരക്ഷകൻ ഇവൻ താനേ. ഒരിക്കൽ യേശു പ്രത്യക്ഷപ്പെട്ടു. എന്തിന്? ഏകയാഗത്താൽ, തന്റെ പരമയാഗത്താൽ, തന്റെ തിരുമരണത്താൽ മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ. ദൈവദാസൻ ഒന്നുകൂടാ വാക്യം വായിച്ചേ, 9:26. വൈദ്യ അങ്ങനെയായാൽ ലോകസ്ഥാപനം മുതൽക്ക് അവൻ പലപ്പോഴും കഷ്ടമനുഭവിക്കേണ്ടിയിരുന്നു. പിന്നെ എന്നാൽ അവൻ ലോകാവസാനത്തിൽ, എന്നാൽ അവിടുന്ന് ലോകാവസാനത്തിങ്കൽ സ്വന്തം യാഗം കൊണ്ട് കേറോപ്പിലൊന്നുമല്ല, ആരെ പകരം വെച്ചൊന്നുമല്ല. നിന്നെ കണ്ടിക്കാൻ മറ്റവന് രക്ഷപ്പെടുമെന്നല്ല, സ്വന്തം യാഗം കൊണ്ടാ. ഇപ്പം പറയുന്നത് അവനെ കണ്ടിച്ചോണ്ട് വാ, ഞാൻ വത്സ നിന്നിൽ സംപ്രീതനായി. പിന്നെ വത്സൻ കുൽസൻ. എടാ, മറ്റൊരുത്തന്റെ പടലി എടുത്തേച്ചാന്നോ ദൈവം പ്രസാദിക്കുന്നേ? അതെന്തോ ദൈവമാ? അല്ല, അവിടുന്ന് തന്റെ ജീവനെ നമുക്ക് വേണ്ടി തന്നു. വേറൊരുത്തനെ കൊന്നേച്ചോ അവന്റെ രക്തം ചിന്തിയല്ല മനുഷ്യവർഗത്തെ വീണ്ടെടുക്കേണ്ടത്. അവിടുന്ന് സ്വന്തം രക്തം ചിന്തി നമ്മളെ വീണ്ടെടുത്തു. സ്വന്തം രക്തത്താൽ. അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലിനും കൊലയ്ക്കും ഒന്നും നടക്കരുത്. മനുഷ്യനായിട്ട് ജീവിക്കണം. ജാതിയോ മതമോ ഒന്നും അല്ല ഇവിടുത്തെ വിഷയം. മനുഷ്യനെ മനുഷ്യനായിട്ട് കാണണം, തരം തിരിച്ച് കാണരുത്. ജാതിയുടെ മതത്തിന്റെ വർഗത്തിന്റെ മരണത്തിന്റെ പേര് തമ്മിൽ തല്ലുണ്ടാക്കരുത്. സ്തോത്രം. ഏത് വ്യക്തിക്കും അവന്റെ വ്യക്തിത്വമുണ്ട്. ഭിക്ഷയെടുക്കാൻ വരുന്നവനും അന്തസ്സുള്ളവനാ. അവനാ അന്തസ്സുള്ളത്. കാരണം ഭിക്ഷയെടുക്കുന്ന ചോദിച്ചു മേടിക്കുക, തരാമോ എന്നാ ചോദിക്കുന്നത്, അല്ലാതെ അടിച്ചു മാറ്റുകയല്ലോ. കുംഭകോണം നടത്തുന്ന നിന്നേക്കാളും അന്തസ്സുള്ളവൻ ഭിക്ഷയെടുക്കുന്നവനാ. സ്തോത്രം ഇല്ലേ? അവനാ അന്തസ്സുള്ളവൻ. അവൻ ചോദിച്ചാ മേടിക്കുന്നത്, തരണേന്ന്. മറ്റവൻ ചോദിച്ചാൽ അന്ന് അടിച്ചു മാറ്റുന്നേ. തുപ്പടെ അടിച്ചു മാറ്റി വൗച്ചർ പോലും ഇല്ല. പണ്ട് കണക്കെഴുതി വന്ന് ഒക്കാതെ വന്നപ്പോൾ പിന്നെ ഒപ്പിക്കണ്ടേ? കൊണ്ട് അന്തർദോസ് പുണ്യാളൻ 500 രൂപ പറ്റേ. ആര് ചോദിക്കാനാ? മനസ്സിലായില്ലേ? അന്ത്രോസ് പുണ്യാളൻ 500 രൂപ കണക്ക് റെഡിയാക്കി. പണ്ടൊരു പള്ളി കണക്ക് വായിച്ചപ്പോൾ അവസാനം അച്ഛനും കടന്നു കുഴഞ്ഞു. അച്ഛൻ തിരിച്ചു വന്നപ്പം കൊച്ചമ്മ ചോദിച്ചു, കടന്നു. ഞാൻ ഒരു തരത്തിലെല്ലാം ഒപ്പിച്ച് വന്നു. ഒടുവിൽ അവന്മാര് തിരട്ടെ കേടി പിടിച്ചെന്ന്. പള്ളിക്കണക്കിന് തിരട്ടെന്നാ പറയുന്നത്. ഒടുവിൽ അവന്മാര് തിരട്ടെ കയറി പിടിച്ചെന്ന്. അപ്പൊ കൊച്ചമ്മ ഒരു മറുപടി പറയുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ സാരം, യേശുക്രിസ്തു സ്വന്തം യാഗം ചെയ്താണ് മനുഷ്യവർഗത്തെ വീണ്ടെടുത്തിരിക്കുന്നത്. മറ്റുള്ളവനെ ഉപദ്രവിച്ചും ചതിച്ചും വഞ്ചിച്ചും ഒന്നുമല്ല. അവിടുത്തെ തിരുരക്തം നമുക്ക് വേണ്ടി ചിന്തി.
അവിടുത്തെ തിരുശരീരം എനിക്ക് നിങ്ങൾക്കായി നുറുക്കപ്പെട്ടു. ദൈവത്തിന്റെ മഹത്വം. ഒന്നുകൂടെ വായിച്ചോ വാക്യം. വായിച്ചോ. സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. അത് ആദ്യത്തെ പ്രത്യക്ഷത. എന്തിന്? മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ. ഈ രാത്രി എന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, പാപത്തിന് പരിഹാരം വരുത്തുവാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം. അല്ലാതെ ഒരു മാർഗം കൊണ്ടും പാപത്തിന് പരിഹാരം വരികയല്ല. യേശുവിന്റെ പരിശുദ്ധ രക്തത്താൽ മാത്രമാണ് പാപപരിഹാരം. ദൈവത്തിന് മഹത്വം. കാരണം അവിടുത്തെ രക്തം പുണ്യാക രക്തമാ, അവിടുത്തെ രക്തം വിലയേറിയ രക്തമാ, അവിടുത്തെ രക്തം സംസാരിക്കുന്ന രക്തമാ, അവിടുത്തെ രക്തം ഗുണകരമായി സംസാരിക്കുന്ന രക്തമാ, അവിടുത്തെ രക്തം പാപങ്ങളെ മോചിക്കുന്ന രക്തമാ, അവിടുത്തെ തിരുരക്തം കടുംചുമപ്പായ പാപങ്ങളെ നിർമ്മലീകരിക്കുന്ന രക്തമാ. ഇന്ന് രാത്രി ആ പരിശുദ്ധ രക്തത്തിന്റെ ശക്തിയാൽ സകല പാപങ്ങളും പരിഹരിക്കപ്പെടും. കർമ്മമാർഗം കൊണ്ടോ പുണ്യപ്രവൃത്തി കൊണ്ടോ ദാനധർമ്മം കൊണ്ടോ നേർച്ച കാഴ്ച കൊണ്ടൊന്നും പാപം പരിഹരിക്കുകയല്ല. പാപം പരിഹരിക്കുന്നത് യേശുവിന്റെ പരിശുദ്ധ രക്തത്താൽ. അതിന് 5 പൈസ മുടക്കണ്ട, കാശ് മുടക്കണ്ട, ഇത്രയും പ്രാർത്ഥിച്ചാൽ മതി. യേശുവേ, ഞാനൊരു പാപിയാ, ഇന്ന് രാത്രി അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ എന്റെ പാപങ്ങൾ മോചിക്കണമെന്ന് ആര് പ്രാർത്ഥിക്കും, അവരെ ഇന്ന് രാത്രി യേശു രക്ഷിക്കും. കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. ഇതാ അതിന്റെ പരിഹാരം. അതിനപ്പുറം വേറൊന്നുമില്ല. സ്തോത്രം. ഒന്നുമില്ല. യേശുവിന്റെ പരിശുദ്ധ രക്തം. അപ്പോൾ ഒരിക്കൽ പ്രത്യക്ഷപ്പെട്ടത് മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തി. കാരണം അവിടുന്ന് ക്രൂശിൽ കിടന്നപ്പോൾ പറഞ്ഞ പദത്തിലൊന്ന് നിവൃത്തിയായെന്ന്. അതെങ്ങനെ നമുക്ക് അനുഭവത്തിൽ വരുന്നത്? നീ വിശ്വസിക്കണം. നീ വിശ്വസിച്ച് അത് ഏറ്റെടുക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ നിവൃത്തിയാകും. ഒരിക്കൽ പ്രത്യക്ഷപ്പെട്ടു. ഒരിക്കൽ പ്രത്യക്ഷപ്പെട്ട യേശു ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ പോയി ഇനി വീണ്ടും വരും. അല്ല, രണ്ടാമതും വരുമെന്നുള്ള തെളിവ്. ദൈവത്തിന് സ്തോത്രം. 5 അധ്യായത്തിലും യേശു വരുമെന്ന് തെളിയിച്ചല്ലോ. ഇനി 1:9-10 വായിച്ചേ. തെസ്സലോനിക്ക ലേഖനം 1:9-10. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു എന്നും ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാനും. ഈ ആയുസ്സിൽ എനിക്ക് നിങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം, വണ്ടി മേടിച്ചതും വീട് വെച്ചതും പേർച്ചയെ പിള്ളേർ പോയതും കല്യാണം നടന്നതും ഒന്നും അത് തെറ്റാൻ നല്ലതൊന്നും അല്ല. മെയിൻ വിഷയം സത്യദൈവത്തെ കണ്ടുമുട്ടുന്നതാണ്. ജീവനുള്ള ദൈവത്തെ സേവിക്കുവാൻ, സത്യദൈവത്തെ ഭജിക്കുവാൻ, നിത്യജീവനെ പ്രാപിക്കുവാൻ, ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ ഇടയായതാ ഏറ്റവും വലിയ ഭാഗ്യം. ആത്മാക്കൾ ദൈവം എന്നു നിരൂപിക്കേണ്ടാരും, ചത്തമർത്യാത്മാക്കൾ ദൈവം എന്നു നിരൂപിക്കേണ്ടാരും. 100 ദൈവങ്ങൾ സത്യദൈവം ഒന്നേയുള്ളൂ. 100 ദൈവങ്ങൾ സത്യദൈവം ഒന്നേയുള്ളൂ. ഏക സത്യദൈവമേയുള്ളൂ. ഭൂവാസികളെ ഏക സത്യദൈവമേയുള്ളൂ. ഭൂവാസികളെ ഏക സത്യ സ്പർശിപ്പാൻ സാധ്യനായി, ദർശിപ്പാൻ പ്രത്യക്ഷനായി. സ്പർശിപ്പാൻ സാധ്യനായി, ദർശിപ്പാൻ പ്രത്യക്ഷനായി. സർവരൂപികൾക്കാരൂപി, പൂർവിയിൽ തുല്യനില്ലാത്തോൻ. സർവരൂപികൾക്കാരൂപി, പൂർവിയിൽ തുല്യനില്ലാത്തോൻ. ഏക സത്യ ദൈവമേയുള്ളൂ. ഭൂവാസികളെ ഏക സത്യ ദൈവമേയുള്ളൂ. ഭൂവാസികളെ ഏക സത്യ. അപ്പോൾ ദൈവം ഒരുവനേ ഉള്ളൂ. ആ ഏക സത്യ ദൈവമായ നിത്യദൈവമായ യേശുവിനെ അറിയുവാനും ആരാധിക്കുവാനും ഭജിപ്പാനും സേവിപ്പാനും ഇടയായതാ ഏറ്റവും വലിയ ഭാഗ്യം. അപ്പോൾ ഇവിടെ പറയുക, ഞങ്ങൾക്ക് നിങ്ങളുടെ ഇടയ്ക്ക് എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചുവെന്നും ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാനും പിന്നെ അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നമ്മെ വിടുവിക്കുന്നവരുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ യേശു സ്വർഗത്തിൽ നിന്ന് വരും.
സ്തോത്രം. ഇരിപ്പ് കണ്ടിട്ട് അതും വരികയെന്നും പറഞ്ഞു വരും. വരുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ട് ഒരു വിഷയം, വരുവാനുള്ള കോപത്തിൽ നിന്ന് വിടുവിക്കും. സ്തോത്രം. സഭ മഹോദരവത്തിൽ കൂടെ പോകുന്നാന്നോ പോകുകയല്ലെന്നാന്നോ? പോകുന്നാന്നോ പോകുകയല്ലെന്നാന്നോ? സ്തോത്രം. പോകുകയല്ല. ഇരിപ്പാന്നേ മിക്കവാറും പോകാൻ. സ്തോത്രം. വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ, നമ്മെ എന്നുള്ളത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മനിറവിനെ പ്രാപിച്ച് തിരുമേശയെടുത്ത് വേർപാട് പാലിച്ച് അനുദിനം മാനസാന്തരപ്പെട്ട് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസാക്ഷിയോടെ ജീവിക്കുന്ന വിശുദ്ധന്മാരുടെ കാര്യമായി പറഞ്ഞേക്കുന്നത്. അതാണ് നമ്മെ എന്ന് എടുത്ത് പറഞ്ഞിരിക്കുന്നത്, അല്ല പുറം പാർട്ടിയുടെ കാര്യമല്ല. സ്തോത്രം. അനർത്ഥത്തിൻ ദിവസങ്ങൾ വരും മുന്നാലേ ഈ ദരയിലെ വിശുദ്ധന്മാർ പറന്നിടുമേ. അനർത്ഥത്തിൻ ദിവസങ്ങൾ വരും മുന്നാലേ ഈ വിശുദ്ധന്മാർ പറന്നിടുമേ. അവർ വസിച്ചിടും പുതുവാന നഗരങ്ങളിൽ, അവർ വസിച്ചിടും പുതുവാന നഗരങ്ങളിൽ. അതിനകത്വത്തിൽ മോദങ്ങൾ അനന്തങ്ങളാ. എന്റെ ജനമായുള്ളവരെ അതിർ വാതിലടയ്ക്ക. ക്രോധം കടന്നു പോവോളം തെല്ലിടയിൽ, ക്രോധം കടന്നു പോവോളം. അതെ, നമ്മുടെ വിഷയമല്ലല്ലോ ഇപ്പൊ അത്. അപ്പോൾ വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ യേശു സ്വർഗത്തിൽ നിന്നും വരും. തൻ്റെ കുറുപ്രാവിനെയൊന്നും ദുഷ്ടമൃഗത്തിന് ഏൽപ്പിക്കത്തില്ല. വെള്ളപ്പൊക്കം ഉണ്ടായി എല്ലാവരും നശിച്ചപ്പോൾ ഒരു ശേഷിപ്പിനെ പെട്ടകത്തിൽ കരുതി. സ്തോത്രം. സ്തോത്രം. യാത്ര ചെയ്ത ഇസ്രയേലിൽ സിംഹഭാഗവും പട്ടുപോയപ്പോൾ പ്രമാണത്തിൽ നിന്ന 2 എണ്ണത്തിനെ കനാനിലെത്തിച്ചു. സ്തോത്രം. സ്തോത്രം. എല്ലാ കാലത്തും ഒരു ശേഷിപ്പുണ്ട്. അതെ, വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നെന്ന്. ഇനി 2:19, 3:13, 4:13 മുതലൊക്കെ നമ്മൾ വായിച്ച 2:19. നമ്മുടെ കർത്താവായ യേശുവിന്റെ മുൻപാകെ അവന്റെ പ്രത്യക്ഷതയിൽ ഞങ്ങളുടെ ആശയോ സന്തോഷമോ പ്രശംസാ കിരീടമോ ആർ ആകുന്നു. അതെന്തിനാന്ന് ചോദിച്ചാൽ ആത്മാക്കളെ നേടിയവരെ ആദരിക്കാനായിട്ട് യേശു വരുന്നെന്ന്. സ്തോത്രം. കഷ്ടങ്ങളും പോരാട്ടങ്ങളും പട്ടിണിയും നിന്നെ ആക്ഷേപവും അപമാനമൊക്കെ സഹിച്ച് മുമ്പ് ഈ ദൈവദാസൻ സാക്ഷ്യ ചുരുക്കമായി പറഞ്ഞതുപോലെ പട്ടിണി കടന്ന് വീട്ടുകാരും എല്ലാം മാറ്റിവെച്ച് ഞെരുക്കത്തിലും ബുദ്ധിമുട്ടിലുമൊക്കെ വേല ചെയ്യുന്ന ദൈവദാസന്മാരായി വിടിരിക്കുന്നവര്. സ്തോത്രം. നിരാശപ്പെട്ടു പോകരുത്. സ്തോത്രം. പ്രതിഫലം തരുവാൻ അവിടുന്ന് വീണ്ടും വരാൻ പോവുക. സ്തോത്രം. സ്തോത്രം. ദൈവത്തിന് മഹത്വം. യേശു പ്രത്യക്ഷപ്പെടും. അതാണ് നമ്മുടെ പ്രതീക്ഷ. 3:13 ഒരു ചെറിയ പെശകല്ല, തർക്കവുമല്ല, വ്യത്യസ്തമായ ഒരു പ്രത്യക്ഷതയാണ്. അത് മഹത്വ പ്രത്യക്ഷതയാണ്. രണ്ടാം വരവിന്റെ 2ാം ഭാഗമാണ് 3:13.
ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷത. ഈ പ്രത്യക്ഷത രണ്ടാം വരവിന്റെ രണ്ടാം ഘട്ടമാണ്. അങ്ങനെയാണല്ലോ പഠിക്കുന്നതും, അങ്ങനെയാണല്ലോ. സ്തോത്രം. രണ്ടാം വരവിന്റെ രണ്ട് ഘട്ടം, അത് മേഘപ്രത്യക്ഷതയും മഹത്വ പ്രത്യക്ഷതയും. ആ മേഘപ്രത്യക്ഷത എന്തിനെന്ന് ചോദിച്ചാൽ വിശുദ്ധന്മാരെ ചേർത്ത് കൊണ്ടുപോകാൻ. മഹത്വ പ്രത്യക്ഷത വിശുദ്ധന്മാരെ കൊണ്ടുപോയി അനന്തരം സ്വർഗത്തിൽ ചെല്ലും. ഇല്ലേ? ഇപ്പോഴും സംശയമാണ്. അവിടെ ചെല്ലും, സ്വർഗത്തിൽ ചെല്ലുമെന്ന്. ചെന്നാ ഉടനെ എന്തുവാ അവിടെ സംഭവം? അമ്മാമ്മ പറ, മുന്നിരിക്കുകയല്ലയോ? സ്വർഗത്തിലോട്ട് ചെന്നാ ഉടനെ എന്തോ ആന്നവിടെ? എന്തോ അമ്മേ സ്വർഗത്തിൽ ചെന്നാ ഉടനെ? നമ്മൾ സ്വർഗത്തിൽ ചെന്നാ ഉടനെ എന്നാ അവിടെ പരിപാടി? എന്നാന്ന് എൻ്റെ ഭാഷയെ പോകുമോ ഇല്ലയോ എന്നുള്ളതാ ഇപ്പോഴത്തെ. പോകുമെന്ന് പറഞ്ഞു. നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമെന്നേ. ചെന്നാ ഉടനെ ആരാധന. ഞാൻ ഒരിക്കൽ ചോദിച്ചു, സ്വർഗത്തിൽ ചെന്നാ ഉടനെ ഒരു തള്ള പറഞ്ഞു, ചെന്ന് എനിക്കൊന്ന് ആത്മാവിലൊന്ന് നിറയണം. ഞാൻ ചോദിച്ചു, തള്ള ഇവിടെ എത്ര മണിക്കൂർ ആത്മാവ് നിറയാൻ സമയമുണ്ട്? അന്നേരം അവർ കുത്തിയിരുന്ന് ഉറങ്ങുക, ഇരുന്നുറങ്ങുക. ഇനി സ്വർഗത്തിൽ ചെന്നിട്ട് വേണം. സ്വർഗത്തിൽ ചെന്നാൽ ഉടനെ ആരാധനയൊന്നുമല്ല. വള്ളംകുളംകാരി ഒരു മോളി പറഞ്ഞു, ചെന്ന ഉടനെ കല്യാണമാണ്. അവളെ 2 കെട്ടിച്ചതാ, എന്നിട്ടും അമരുന്നില്ലെന്നുള്ളതാണ്. ഈ സ്വർഗത്തിൽ ചെന്ന ഉടനെ ആരാധനയും കല്യാണമൊന്നുമല്ല. സ്വർഗത്തിൽ ചെന്ന ഉടനെ ന്യായവതിയാ. ന്യായവതി. അപ്പൊ ഞങ്ങളുടെ ഒരു ബാബക്കുട്ടി ചോദിച്ചു, പിന്നെയും പ്രശ്നമാണോ എന്ന്. കാരണം എന്തെല്ലാം കഷ്ടങ്ങളും പോരാട്ടങ്ങളും നിന്ന് അപമാനവും ആക്ഷേപവും സഹിച്ചായി ഇവിടെ ഒന്ന് നിന്നത്. അപ്പോൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ സന്തോഷവും ആനന്ദവും ഒക്കെ ആണെന്നുള്ള ചിന്തയിൽ ആ ബാബുക്കുട്ടി ഇരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, സ്വർഗത്തിൽ ചെന്നാണ് ബാബുക്കുട്ടി ന്യായവതിയാ, അത് പിന്നെയും പ്രശ്നമാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പ്രശ്നമല്ല, ന്യായവതി എന്ന് പറഞ്ഞാൽ ന്യായമായ വിധി, അത്രേ ഉള്ളൂ. അത് നമുക്കേ ഉള്ളൂ. രക്ഷിക്കപ്പെടാത്തവർക്ക് ന്യായവതി ഇല്ല, അവർക്ക് ശിക്ഷാവിധി. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് ന്യായവതി. ന്യായം വിധിച്ചു തള്ളും മഹാദൈവം, ദുഷ്ടനെ വിധി ചൊല്ലി പൂർവം തള്ളും. വെള്ളസിംഹാസനമാണ്, തേജസ്സിൻ സിംഹാസനം. ന്യായമായി വിധി ചൊല്ലി പോകും ഞാൻ, നിങ്ങളെ അറിയുന്നില്ല. തേജസ്സിൻ സിംഹാസനം, ന്യായമായി വിധി ചൊല്ലി പോകുവിൻ ഞാൻ, നിങ്ങളെ അറിയുന്നില്ല. യവനായ കൂട്ടങ്ങളും കത്തോലിക്കരുമെല്ലാം, യവനായ കൂട്ടങ്ങളും കത്തോലിക്കരുമെല്ലാം യാക്കോബ്യർ മർത്തോമ്യരും. അതെ, നമ്മുടെ പരുത്തന്മാരിലെ ചാക്കോ സാർ എഴുതിയതാ, അല്ലെ? മരിച്ചു പോയ ഗന്നേശ്വരത്തിലെ ഇവിടെ അടുത്താ, അവനിതൊന്നും അറിയാൻ മേല. അപ്പൊ പുള്ളി നല്ല ആശയത്തിലാണ് എഴുതിയത്. യവനായ കൂട്ടങ്ങളും കത്തോലിക്കരുമെല്ലാം, യവനായ കൂട്ടങ്ങളും കത്തോലിക്കരുമെല്ലാം യാക്കോബ്യർ മർത്തോമ്യരും. അപ്പൊ നമുക്ക് ഒരു സന്തോഷം, കത്തോലിക്കനെ യാക്കോബക്കാരെ മാർത്തോമക്കാരെ എല്ലാം സാറ് വിട്ടില്ല, അടുത്ത ലൈനാ.
യമനായ കൂട്ടങ്ങളും കത്തോലിക്കരുമെല്ലാം യാക്കോബ്യർ മർത്തോമ്യരും പ്രൊട്ടസ്റ്റ് സംഘങ്ങളും നമ്മളും വെട്ടിനകത്തായി. യാക്കോബ്യർ മർത്തോമ്യരും പ്രൊട്ടസ്റ്റ് സംഘങ്ങളും തേജസ്സിൻ സിംഹാസനെ നിന്നിടും നേരം ന്യായം വിധിച്ചു തള്ളും മഹാദൈവം. ദുഷ്ടനെ വിധി ചൊല്ലി പുറം തള്ളും. തേജസ്സിൻ സിംഹാസനം ന്യായമായി വിധി ചൊല്ലി പോകുവിൻ ഞാൻ നിങ്ങളെ അറിയുന്നില്ല. തേജസ്സിൻ സിംഹാസനം ന്യായമായി വിധി ചൊല്ലി പോകുവിൻ ഞാൻ നിങ്ങളെ അറിയുന്നില്ല. അപ്പൊ ശ്രദ്ധിക്കുക, സാറ് വേറെ ഉദ്ദേശത്തിൽ ആ പാട്ട് എഴുതിയത് വെള്ളസിംഹാസന വിധിയും കൂടെ ചേർത്ത. എന്തായാലും സ്വർഗത്തിൽ ചെന്ന ഉടനെ ന്യായവിധി. ഈ ന്യായവിധി കഴിഞ്ഞാണ് പ്രതിഫലം. ആ പ്രതിഫലത്തിന്റെ കൂടെ ആ വസ്ത്രമൊക്കെ കിട്ടുന്നത്. വസ്ത്രം പിന്നെ അതൊക്കെ ഉടുത്തോണ്ടാ കുഞ്ഞാടിൻ്റെ. അല്ലാതെ തുണി ഉടുക്കാറൊന്നുമല്ല അങ്ങോട്ട് കല്യാണത്തിന്. എല്ലാം അലങ്കാര ഭാഷയാണ് കേട്ടോ. തേജസ്സിൻ്റെ ശരീരമാണ് നമുക്ക് ഓൾറെഡി കിട്ടുന്നത്. ഇതൊരു അലങ്കാര പ്രയോഗങ്ങളാണ്. വിശേഷ വസ്ത്രം, സ്തോത്രം. നാം സന്തോഷിച്ചുല്ലസിച്ചവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിൻ്റെ കല്യാണവും വന്നുവല്ലോ എന്നാണ്. ആ വസ്ത്രമൊക്കെ ഉടുത്ത് അങ്ങോട്ട് കൊണ്ടുവന്ന് നിർത്തും. സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത് അന്തഃപുരത്തിലെ രാജകുമാരി. പിന്നെ ഈ ഇരിപ്പാന ചിത്രത്തയ്യൽ കിട്ടും നമുക്കല്ല. പാട്ടൊക്കെ വരുന്നുണ്ട്. അന്തഃപുരത്തിലെ രാജ്ഞി ചന്തമേറും ശോഭാമൂലം. അന്തഃപുരത്തിലെ രാജ്ഞി ചന്തമേറും ശോഭാമൂലം. അന്തഃപുരത്തിലെ രാജ്ഞി ചന്തമേറും ശോഭാമൂലം. എന്തു പരിപൂർണ യാമിവൾ അണിയും വസ്ത്രം പൊൻകസബ് കൊണ്ടു നെയ്തത. എന്തു പരിപൂർണ യാമിവൾ അണിയും വസ്ത്രം പൊൻകസബ് കൊണ്ടു നെയ്തത. പൊൻകസബ് കൊണ്ടു നെയ്തത. ശ്രദ്ധിക്കുക, അങ്ങനെ കല്യാണ വസ്ത്രമൊക്കെ തരും. അതൊക്കെ വാങ്ങണം. അതൊക്കെ വാങ്ങണമെങ്കിൽ ഈ ഭൂമി ജീവിക്കുമ്പോൾ നീതി പ്രവൃത്തിയൊക്കെ ചെയ്തോണം. അല്ല ഉടുതുണിയില്ലാതെ അതിലെല്ലാം കറങ്ങി നടക്കേണ്ടി വരും. മനസ്സിലായോ? അലങ്കാര ഭാഷയില്ല. സ്തോത്രം. കർത്താവ് ഒരിക്കലൊരു സംഭവം പറഞ്ഞ കൂട്ടത്തിൽ കല്യാണ വസ്ത്രമില്ലാതെ ഒരുത്തം വന്ന കാര്യം പറഞ്ഞായിരുന്നല്ലോ. സ്നേഹിത നാം വിളിച്ചത്. ക്ഷണിക്കപ്പെട്ടവരാരും സമയത്ത് വന്നില്ല. എല്ലാവരും ക്ഷണിച്ചതാ, സമയത്ത് ആരും വന്നില്ല. വിരുദ്ധശാലയെല്ലാം ഒരുക്കി ക്രമപ്പെടുത്തി വെച്ചു.
വിളിച്ചവരെ കൊണ്ടുവരാൻ പറഞ്ഞു, ആരുമില്ല. എന്ത് ചെയ്യാന്ന് ചോദിച്ചു. നമ്മൾ വിളിച്ചവരല്ല. അപ്പം ഭൃത്യന്മാര് പറഞ്ഞു, ഒരുത്തൻ കാളയുടെ പുറകെ പോയി, ഒരുത്തനെ നിലം വാങ്ങി, ഒരുത്തൻ്റെ കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ. അയ്യോ, പുള്ളിക്ക് കോപവും സങ്കടവും ഒക്കെ വന്നു. ഒരു കാര്യം ചെയ്യേ, അണ്ട വഴിത്തലക്കിലൊക്കെ മെനക്കെട്ട് നിൽക്കുന്ന കേസുകളുണ്ട്, മെനക്കെണ്ണിനെല്ലാം വിളിച്ചോണ്ട് വാ. ചുമ്മാ കലിക്ക ഇരിക്കുന്നതും കാല് പറപ്പിച്ചിരിക്കുന്നതും ബസ്സിനെ എല്ലാം കൊണ്ട് വിടുകയും ആൾക്കാരെ മെനക്കേട് നമ്മളെല്ലാം ഈ മെനക്കേട് കേസായിരുന്നു. ഇപ്പോഴും ചിലത് മെനക്കേടാ, വന്നിരിക്കുമ്പോൾ കാണുമ്പോൾ അറിയാം. കൈയടിക്കുകയോ പാടുകയോ പ്രാർത്ഥിക്കുകയോ ഒന്നും ചെയ്തില്ല, മെനക്കേടാ. അപ്പോൾ ആ മെനക്കെട്ട് നിൽക്കുന്നതിനെല്ലാം ഇഞ്ഞു കൊണ്ടുവാ. അയ്യോ, ഭൃത്യന്മാര് 4 വശം ഓടി നിന്നവനെ എല്ലാം വിളിച്ചോണ്ട് വന്നു. എല്ലാവരും അക്കൂട്ടത്തിലാണ്. നമ്മളെല്ലാം ഇതിനകത്ത് കയറിയേ. ഒരു അരഗതിയും പരഗതിയും ഇല്ലായിരുന്നു, ആർക്കും വേണ്ടായിരുന്നു. എല്ലാവരാലും വെറുക്കപ്പെട്ടവരാ, തള്ളപ്പെട്ടവരാ, ഒറ്റപ്പെട്ടവരാ. ഒരു കുഞ്ഞുങ്ങൾ നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ലായിരുന്നു. എന്നാൽ ഈ മാർഗത്തിൽ വന്നതാ നമ്മുടെ ഭാഗ്യം. സ്തോത്രം. യേശുവിനെ അറിഞ്ഞതാ നമ്മുടെ ഭാഗ്യം. ഈ കൃപയിൽ വന്നതാ ഭാഗ്യം. ദൈവത്തിന് മഹത്വം. അങ്ങനെ ഇതിനകത്ത് വന്നു. സമയമായപ്പോൾ രാജാവ് പന്തിഭോജനമൊക്കെ ഒന്ന് കാണാൻ വന്നു. നോക്കിയപ്പോൾ എല്ലാവരും ഇരിക്കുക. അതിൽ ഒരുത്തൻ മാത്രം കല്യാണ വസ്ത്രം. അപ്പൊ ചോദിച്ചു, കല്യാണ വസ്ത്രം. അപ്പൊ അവൻ ചോദിച്ചു, എവിടെ എവിടെ കല്യാണ വസ്ത്രം? ഇതല്ലേ? ഇത് ഞാനവിടെ ഇട്ടോണ്ടിരുന്ന വസ്ത്രമാ. ഇതല്ല, ഇവിടെ വേറെ വസ്ത്രമുണ്ട്. അവൻ ചോദിച്ചു, അതെവിടാ? എവിടെ വസ്ത്രം? ആ വാതിക്കലുണ്ടായിരുന്നു ബ്രദറെ. അവൻ ചോദിച്ചു, ഏത് വാതില്? അവിടെ ഒരു വാതിലുണ്ട്. ഒരു വാതില് അവിടെ കൊടുക്കുന്നുണ്ട്. ഞാൻ അതിന് ആൾക്കാരെ ചട്ടം കെട്ടി അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇവൻ ചോദിച്ചു, വാതിൽ എവിടാന്ന്? അപ്പം രാജാവ് ചോദിച്ചു, ബ്രദർ എങ്ങനെ ഇതിനകത്ത് വന്നേ? വാതിലിൽ കൂടെ അല്ലേ? ഇല്ല, ഞാൻ ഉപ്പാപ്പൻ പണ്ട് ഇതിനകത്ത് വന്നത്. അതുകൊണ്ട് ഉപ്പാപ്പൻ കണ്ണ് കാണിച്ചപ്പോൾ ഞാൻ ഡൈവ് ചെയ്ത് വന്നതാണ്. അതാ അവനെ മതിൽ വഴി എടുത്ത് പഴയ നാടൻ പഠിച്ചതാ. അവൻ ചേലക്കൊമ്പുകാരനാ. ഇപ്പൊ പിടികിട്ടി കാണും. മതിയല്ലോ. അത്ര ഞാനതൊന്ന് കളം വെട്ടിയതാ. അപ്പൊ ചോദിച്ചു, ബ്രദർ ഡൈവ് ചെയ്താ ഇതിനകത്ത്? അങ്ങനല്ലേ ഇതിനകത്ത് വരേണ്ടത്. വാതിൽ കൂടെ വരണം. ഒറ്റ വാതിൽ, ഒരേ ഒരു വാതിൽ. ആ വാതിൽ കൂടെ ഇതിനകത്ത് വരേണ്ടത്. ആ വാതിക്കൽ ഞാനതിൻ്റെ ഓർഡറായിട്ട് ഒത്തിരി കാര്യങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. സ്തോത്രം. അപ്പം ബ്രദർ വാതിൽ കൂടെ അല്ല വന്നത്. ഈ ഇരിപ്പിരിക്കുന്ന എനിക്ക് നാണക്കേടാ. അതുകൊണ്ട് ഭൃത്യന്മാരോട് പറഞ്ഞു, അവൻ മതിൽ ചാടി വന്നവനാ, ഇവനെ മതിൽ വഴി തന്നെ എടുത്ത്. അല്ല, സാറ് കൊടുത്തൊരു പാട്ടിന്റെ വരിയുണ്ട്. ഭൃത്യരവനെ വരിഞ്ഞു കെട്ടി വൈരം തേടി. മോനെ ചെലമ്പിച്ച് നിൽക്കുന്നു. അതെന്താ അങ്ങനെ? ഭൃത്യരവനെ വരിഞ്ഞു കെട്ടി വൈരം തേടി, പട്ടണത്തിനു പുറത്തെ മതിലിങ്കൽ കൂടി. ഭൃത്യരവനെ വരിഞ്ഞു കെട്ടി വൈരം തേടി, പട്ടണത്തിനു പുറത്തെ മതിലിങ്കൽ കൂടി. ഒട്ടുമടി കാണാതുള്ള കൂടിരുട്ടിൽ പേണി പെട്ട് നരകത്തിൽ താട തള്ളിയും വച്ചോടി. രാജാത്മജ വിരുന്നതിൻ വിവരം, രാജാത്മജ വിരുന്നതിൻ വിവരം. ഈ ഉപമയോ മകസാര രാജാത്മജ വിരുന്നതിൻ വിവരം. രാജനോ വിളിച്ചു ചൊന്നു, ശുഭ്രവസ്ത്രം വിട്ടോ രാജവിരുന്നിൽ
കടക്ക പതിവെന്തുമട്ടോ നമ്മെ ഇവൻ നിന്ദിക്കയാൽ ഇരുട്ടിങ്കലിട്ടോ നല്ല ശിക്ഷ കൊടുക്കണം ഈ കടലിൽ ചൂട്ടോ നമ്മെ ഇവൻ നിന്ദിക്കയാൽ ഇരുട്ടിങ്കലിട്ടോ നല്ല ശിക്ഷ കൊടുക്കണം ഈ കടലിൽ ചൂട്ടോ രാജാത്മജ വിരുന്നതിന് വരോ ഉപമയോ മകസാരം രാജാത്മജ വിരുന്നതിന് വരോ. അപ്പൊ ശ്രദ്ധിക്കുക, ഈ വസ്ത്രമൊക്കെ ലഭിക്കണം. പിന്നെ കുഞ്ഞാടിന്റെ കല്യാണം, ആ കല്യാണമെല്ലാം കഴിഞ്ഞ് തിരിച്ചൊരു വരവുണ്ട്. അതാണ് മഹത്വ പ്രത്യക്ഷത. ആ മഹത്വ പ്രത്യക്ഷതയുടെ വാക്യമാണ് 3:13 വായിച്ചത്. ഒന്നുകൂടെ വായിച്ചോ. ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന വരുന്ന പ്രത്യക്ഷത. ആ വരവാണ് വെളിപ്പാട് 19:11. അത് തന്നെ ആ വെളിപ്പാട് 1:7, വെളിപ്പാട് 19:11, വെളിപ്പാട് 19:11. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. അതിന്മേൽ ഇരിക്കുന്നവനെ വിശ്വസ്തനും വെള്ളക്കുതിരയുടെ പുറത്തൊരുവനിരിക്കുന്നു, വിശ്വസ്തനും സത്യവാനും എന്ന പേര്. അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. പിന്നെ അവന്റെ കണ്ണ് അഗ്നിജ്വാല. പിന്നെ തലയിൽ അനേക രാജമുടികൾ. ജയമെടുത്ത കാര്യം. പിന്നെ എഴുതിയിട്ടുള്ള ഒരു നാമവും അവനുണ്ട്, അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. പിന്നെ അവന് ദൈവവചനം എന്ന പേര്. തർക്കമില്ലല്ലോ, യേശുവാ. തർക്കിക്കേണ്ട ഒരു കാര്യവുമില്ല. ഈ ഒറ്റ വാക്യം മതി തെളിവ്. അവന് ദൈവവചനമെന്ന്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടിയിരുന്നു, വചനം ദൈവമായിരുന്നു, അത് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അവനായി വെള്ളക്കുതിര പുറത്തിരിക്കുന്നത്. ഇനി അടുത്തത്, സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ച് വെള്ളക്കുതിരപ്പുറത്ത് കയറി. ചുരുക്കി പറഞ്ഞാൽ മൊത്തം വെള്ളയാ. അതാ കേപ്ര പറഞ്ഞ എല്ലാരും വെള്ളയെ വരണമെന്ന്. അന്നേരം എല്ലാവരോടും അയാളുടെ നെഞ്ചത്ത് കയറി. പുള്ളി പറഞ്ഞ കറക്റ്റ് കാര്യമാണ് അല്ലേ? എല്ലാരും വെള്ളയെ വരണമെന്ന്. വെള്ളയെ വന്നല്ലോ എല്ലാരും, ഇല്ലേ? ഒന്നുകൂടെ വായിച്ചേ. സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ച് വെള്ളക്കുതിരപ്പുറത്ത് കയറി അവനെ അനുഗമിച്ചു. അവരും വെള്ളയായിരിക്കുന്ന കുതിര വെള്ളയാ. ഈ ആദ്യം കണ്ട കുതിരപ്പുറത്ത്, വെള്ളക്കുതിരപ്പുറത്ത് ഒരുവനിരിക്കുന്നു, യേശു. മറ്റവരല്ല. ഈ കൊച്ചുങ്ങളല്ലേ എവിടെ പോവാ? ഇരിയടാ, അവിടെ എവിടെ പോവാടാ? നീ വെള്ളം കുടിക്കാറായില്ല, ഇച്ചിരൂടെ കഴിയട്ടെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ വെള്ളക്കുതിരപ്പുറത്ത് ഒരുവൻ ഇരിക്കുന്നു, യേശു. സ്വർഗത്തിലെ സൈന്യം എന്ന് ഉദ്ദേശിക്കുന്ന ദൂതന്മാരല്ല, വിശുദ്ധന്മാരാ. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയ വിശുദ്ധന്മാരാ. പ്രതിഫലമെല്ലാം വാങ്ങി സ്തോത്രം, വെണ്മയുള്ള വസ്ത്രമൊക്കെ ലഭിച്ച് തേജസ് പ്രാപിച്ച് നിർമ്മലവും ശുഭ്രമായ വസ്ത്രം ധരിച്ച് ജയഭേരി മുടക്കി ഇങ്ങോട്ട് വരിക. മൊത്തം വെള്ളയാ. ഇടയ്ക്കൊരു കാര്യം പറയേണ്ടതാ. ഉടക്കുണ്ടാകാൻ സാധ്യതയുണ്ട്, എന്നാലും പറയാതിരിക്കാൻ. ഈ വെള്ളക്കുതിരപ്പുറത്ത് ഇരിക്കുന്ന ഈ സൈന്യം മണവാട്ടിയാ. എന്റെ ഭാഷയിൽ അങ്ങ് പറയാം, മൊത്തം വെള്ള. സ്തോത്രം. മൃഗവും വെള്ളക്കുതിര എന്നല്ലേ? എന്നാൽ എതിർ ക്രിസ്തുവിന്റെ മണവാട്ടിയുണ്ട്, ഇല്ലേ? ഉണ്ടുണ്ട്.
17-ന്റെ 1-2 വെളിപ്പാട്. ഒന്ന് വ്യത്യാസം, രണ്ടും വ്യത്യാസമാണ് കേട്ടോ. അയച്ചു. പിന്നെ 7 കലശമുള്ള 7 ദൂതന്മാരിൽ ഒരുവൻ വന്ന് എന്നോട് സംസാരിച്ചു, വരിക, ഭൂമിയിൽ രാജാക്കന്മാരോട് ഓടിച്ചു വായിച്ചു. ഭൂമിയിലെ രാജാക്കന്മാരുടെ വേശ്യവൃത്തി ചെയ്ത് തന്റെ വേശ്യാവൃത്തിയുടെ മദ്യത്താൽ ഭൂവാസികളെ മതരാക്കിയവളായി പെരുവെള്ളത്തിന് മീതെ ഇരിക്കുന്ന മഹാവേശ്യയുടെ കാണിച്ചു തരാം. താഴ്ത്തു വായിച്ചേ. അവർ എന്നെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ 7 തലയും 10 കൊമ്പും ഉള്ളതായി ദൂഷണനാമങ്ങൾ നിറഞ്ഞ കടും ചുവപ്പുള്ള ഒരു മൃഗത്തിന്റെ മേൽ ഒരു തള്ള ഇരിക്കുന്നു. വായിച്ചോ. ഒരു സ്ത്രീ ഇരിക്കുന്നത് കണ്ടു. ഒരു സ്ത്രീ കയറി വിറങ്ങി ഇരിക്കാനേ തള്ളക്കിടം കണ്ടില്ല. ഒരു ചുമന്ന അടുത്തത്. ആ സ്ത്രീ ധൂമ്രവർണവും കടും ചുമപ്പ് നിറവുമുള്ള വസ്ത്രം ധരിച്ച്. ഇത് ഈ ചുമന്ന മൃഗത്തിന്റെ പുറത്ത് ചുമന്ന വസ്ത്രം ധരിച്ച്, കടും ചുമപ്പെന്ന മര്യാദയുള്ളതല്ല, കടും ചുമപ്പ് നിറമുള്ള വസ്ത്രം ധരിച്ച് പൊന്നും രക്തവും മുത്തും രത്നം മുത്ത് അണിഞ്ഞവളായി തന്റെ വേശ്യാവൃത്തിയുടെ മ്ലേച്ഛതയും അശുദ്ധിയും നിറഞ്ഞ സ്വർണ്ണ പാനപാത്രം കയ്യിൽ പിടിച്ചിരുന്നു. അപ്പൊ എല്ലാം വ്യാഖ്യാൻ നേരമല്ല, നമ്മുടെ വിഷയം അതല്ല. ഈ ചുമന്ന മൃഗത്തിന്റെ പുറത്ത് ചുമന്ന വസ്ത്രം ധരിച്ച് മുത്തും രക്തവും സ്വർണമൊക്കെ അണിഞ്ഞ് വേഷ വിഭൂഷതയായി ഇരിക്കുന്ന സ്ത്രീ ആരാന്ന് ചോദിച്ചാൽ ഒറ്റ വാക്ക് മറുപടി പറയാം: എതിർ ക്രിസ്തുവിന്റെ മണവാട്ടി. കർത്താവിന്റെ മണവാട്ടി വന്നതാ മുമ്പേ വായിച്ചത്. വെള്ളക്കുതിരപ്പുറത്തെ, അവിടുന്ന് വെള്ളക്കുതിരപ്പുറത്ത് ഇരിക്കുന്നു. സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭ്രമായി വിശേഷ വസ്ത്രമൊക്കെ ധരിച്ച് വെള്ളക്കുതിരപ്പുറത്ത്. അപ്പൊ അവിടെ മൃഗത്തിന്റെ കളറ് വെള്ള, ഇവിടെ മൃഗത്തിന്റെ കളറ്, അവിടെ വെള്ള വസ്ത്രം, ഇവിടെ. ഇന്ന് യോഗത്തിന് വന്നവരുടെ കാര്യമല്ല പറയുന്നത്, സഭായോഗത്തിന് വരുന്നവരുടെ കാര്യമാണ്. കുറഞ്ഞ പക്ഷം സഭായോഗത്തിനെങ്കിലും നീ നേരും ചൊവ്വുള്ള തുണി കൊടുത്ത് യോഗത്തിന് വരണം. സഭായോഗത്തിനെങ്കിലും. കൺവെൻഷനയുടെ കൂട്ടത്തിന് യാത്ര പോയിട്ട് വരുന്നവരുണ്ട്, ജോലി കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് യോഗത്തിന് വന്നവരുണ്ട്. ഇതിൽ പോയപ്പോൾ ശബ്ദമൊക്കെ കേട്ട് വന്നവർ എന്നാ കൂടിയ അങ്ങനെ വന്നവരുടെ കാര്യം അല്ലേ പറഞ്ഞത്. സഭായോഗത്തിന് വരുമ്പോൾ നീ യോഗ്യമായിട്ട് വരണം. അപ്പൊ എതിർ ക്രിസ്തുവിന്റെ മണവാട്ടിയായി ഈ പൊന്നും മുത്തും രക്തവും എല്ലാം അണിഞ്ഞിങ്ങനെ ഇരിക്കുക. ദൈവസഭയ്ക്ക് അതല്ലല്ലോ അലങ്കാരം, പരിജ്ഞാനമല്ലേ, ജ്ഞാനമല്ലേ. ഇത് മുത്തും രക്തവും ഒക്കെ ധരിച്ച് ഇങ്ങനെ ഇരിക്കുക. നമുക്ക് മുത്തും രക്തവും ഒന്നുമില്ലെങ്കിലും പാട്ടുകാരൻ പാടിയ ഒരു വരിയുണ്ട്, എനിക്കറിയത്തില്ല ആരാ ഇവിടെ പാടിക്കൊണ്ടിരുന്നേ. പാടണം, അത് പാടാം, അത് എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ്. കനകമും മുത്തും രത്നം ഇവളണിയില്ലെങ്കിലും, കനകവും മുത്തും രത്നം ഇവളണിയില്ലെങ്കിലും, കനകവും മുത്തും രത്നം ഇവളണിയില്ലെങ്കിലും. ഇവയണിയില്ലെങ്കിലും സുഹൂമിയാമിവൾ കണ്ടം ഇവൾ കണ്ടം ഞങ്ങൾ രണ്ട് പിച്ചിലാ പാടുന്നത്. അപ്പൊ അതുകൊണ്ട് പുള്ളി പാടുന്നെങ്കിൽ രണ്ടും, അപ്പൊ ഇവരും കുഴയും ഇല്ലേ. കനകവും മുത്തും രത്നം ഇവളണിയില്ലെങ്കിലും, കനകവും മുത്തും രത്നം ഇവളണിയില്ലെങ്കിലും, സുമുഖിയാമിവൾ കണ്ടം ബേഗുരമണിയമ്മ, സുമുഖിയാമിവൾ കണ്ടം ബേഗുരമണിയമ്മ. അമ്പകരൂ
അപ്പോൾ 3-ാം അധ്യായത്തിന്റെ 13 മഹത്വ പ്രത്യക്ഷതയാ. ഇനി 4-ാം അധ്യായത്തിന്റെ 13 മുതൽ തെസ്സലോനിക്ക ലേഖനം 4:13 മുതൽ താഴോട്ട് പഠിക്കുമ്പോൾ അതിന്റെ ഒടുവിൽ പറയുകയാ, മരണ വീട്ടിലൊക്കെ നമ്മൾ വായിച്ചു കേൾക്കുകയും പറയുന്ന ഈ വചനങ്ങളെ കണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളണം. ദൈവത്തിന് സ്തോത്രം. 4-ാം അധ്യായത്തിന്റെ 13 മുതൽ 18 വരെയുള്ള തിരുവെടുത്ത് പഠിക്കുമ്പോൾ പ്രധാനമായിട്ട് 4 കാര്യങ്ങൾ പറയുന്നു. പ്രധാനമായി 1 ഒരു മടങ്ങിവരവ്, 2 ഒരു ഉയർത്തെഴുന്നേൽപ്പ്, 3 ഒരു രൂപാന്തരം, 4 ഒരു മടങ്ങിവരവ്, ഒന്നിച്ചുള്ള സമാഗമ സമ്മേളനം. അപ്പോൾ 1 മടങ്ങിവരവ്, 2 ഉയർത്തെഴുന്നേൽപ്പ്, 3 രൂപാന്തരം, 4 സമാഗമം. മടങ്ങിവരവ്, ആര് മടങ്ങി വരുന്നു? യേശു വീണ്ടും മടങ്ങി വരുന്നു. ഇനി അധികം താമസിക്കാതെ യേശു വീണ്ടും മടങ്ങി വരും. അതാ നമ്മുടെ പ്രതീക്ഷ. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. യേശു വീണ്ടും വരും. എന്തിന്? തിരുസഭയെ ചേർത്ത് കൊണ്ടുപോകുവാൻ. നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്യം നമുക്കറിയാം, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലമുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയും. ഇന്ന് രാത്രി മനോഭാരത്തോടെ വേദനയോടിരിക്കുന്നവർ ഓർപ്പിക്കട്ടെ, യേശു വീണ്ടും വരും. എന്തിന്? തിരുസഭയെ ചേർക്കുവാൻ. അപ്പോൾ മടങ്ങി വരവ്, യേശുവിന്റെ മടങ്ങേറ് ലക്ഷണമെല്ലാം അറിയാമല്ലോ, എല്ലാം പറയണ്ട. എല്ലാവരും ഇത് നന്നായിട്ട് പ്രസംഗിക്കുന്നവരാ. അതൊന്നും ഞാൻ പറഞ്ഞ ഒക്കത്തുമില്ല. അത് നന്നായിട്ട് അടുക്കിടക്കായിട്ട് തെളിയിച്ച് പറയുന്നവരുണ്ട്. സ്തോത്രം. അറിയത്തില്ലെങ്കിൽ അവരുടെ യോഗം പോയി കേൾക്ക്. അവരത് നന്നായിട്ട് പറയുന്ന ധാരാളം ആൾക്കാരുണ്ട്. ലക്ഷണങ്ങൾ, യേശുവിന്റെ വരവിന്റെ ശാസ്ത്രവും ബൈബിളും ഒക്കെ ആയിട്ട് നല്ല പൊരിപ്പൊരിപ്പം പ്രസംഗിക്കുന്ന ആൾക്കാരുണ്ട്. അത് വല്ലപ്പോഴും ഒക്കെ ഒന്ന് കേൾക്കേ. അല്ല, ഇന്ന് രാത്രി ഒരു വിടുതലെന്ന് പറഞ്ഞ് നിന്നാൽ തന്നെ കാര്യം നടക്കുകയല്ല. അതുകൂടെ കേൾക്കണം. യേശു വീണ്ടും വരും. അതിൻ്റെ ലക്ഷണമായി കണ്ടുകൊണ്ടിരിക്കുന്നത് അന്ത്യകാലത്ത് സ്വസ്നേഹികൾ, എല്ലാവരും സ്വാർത്ഥതയല്ലേ. സ്വസ്നേഹികളും അമ്പ് പറയുന്നവരും ദൂഷകാന്മാരും നന്ദി കെട്ടവരും ഇന്ദ്രിയജമില്ലാത്തവരും അമ്മയപ്പന്മാരെ ബഹുമാനിക്കാത്തവരും ആദരിക്കാത്തവരും ഭോഗപ്രിയരും തന്നിഷ്ടക്കാരും ഇതെല്ലാം ഇതിൻ്റെ ലക്ഷണങ്ങളാണ്. ദൈവത്തിൻ്റെ മഹത്വം. ആട്ടെ, ഒരു ലക്ഷണം പറഞ്ഞു വിട്ടേക്കാം. കർത്താവ് ഒരിക്കൽ പറഞ്ഞു, മഹത്വ പ്രത്യക്ഷതയോട് ബന്ധപ്പെട്ടാന്നിട്ട് പറഞ്ഞു, നോഹയുടെ കാലം പോലാന്ന്. എന്തുവാ നോഹയുടെ കാലത്തിൻ്റെ ഒരു പ്രകൃതം? നോഹയുടെ കാലത്ത് ആരാധന തുടങ്ങിയത്. കാരണം 4-ാം അധ്യായത്തിൻ്റെ ഒടുവിൽ 5-ന്റെ നേരെ മേളിൽ കിടപ്പുണ്ട്. ആദാമിന് വീണ്ടും ഒരു മകൻ ജനിച്ചു. ഏതാ? ഹാബേലിനെ കൊന്ന് ഹാബേലിന് പകരം ഒരു മകൻ ജനിച്ചു, ഷേത്ത്. അവനൊരു മകൻ ജനിച്ചു, ഏനോശ്. അടുത്ത വാക്യം, അക്കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. ഇപ്പൊ എല്ലായിടത്തും ആരാധന തുടങ്ങുകയല്ലേ. എല്ലായിടത്തും ഒരു ഓർഗണും ഒരു സഹോദരനും ഒരു തള്ളയുണ്ടെങ്കിൽ ഒരു സഭ തുടങ്ങാം. ടിൻഷീറ്റ് ഇട്ട് ഒരു ബിൽഡിംഗ് കൂടെ കെട്ടിയാൽ മതി. ഞാൻ കറക്റ്റേ പറയുള്ളൂ. മിക്കടത്തും അങ്ങനെ. അവനിവിടെ ഇങ്ങനെ നിൽക്കും, തള്ള അവിടെ കിടന്ന് തുള്ളും. പാസു എന്ന് പറയും, പോരാ തള്ള തുള്ളി ഊപ്പാട് വരിക, പോരാ. അവർ ഹൃദയത്തിൽ നിൽക്കും, ഇത്ര തുള്ളിട്ട് ഇയാൾക്ക് പോരാതിരിക്കും. അപ്പൊ എല്ലായിടത്തും ആരാധന തുടങ്ങി. പക്ഷെ നിങ്ങൾ ചിന്തിച്ചേ, ആരാധന തുടങ്ങി എല്ലാവരും ആരാധിക്കുക, പ്രൈസ് ആൻഡ് വർഷിപ്പും ഒക്കെ നടക്കുന്നുണ്ട് മുറയ്ക്ക്, നല്ലത്. പക്ഷേ ദൈവം തമ്പുരാൻ പറഞ്ഞു, ജലപ്രളയത്താൽ നശിപ്പിക്കും. നോഹയോട് ദൈവം പറഞ്ഞു, നീ പ്രസംഗിക്കണം വെള്ളപ്പൊക്കം, ഒരു പെട്ടകം ഉണ്ടാക്കണം, 300 മുഴം നീളവും 50 മുഴം വീതിയും 30 മുഴം ഉയരവും 3 തട്ടും 1 വാതിലും കിളിവാതിലും. നോഹ ഇത് കൃത്യമായിട്ട് പണിതു, പ്രസംഗിച്ചു. എല്ലാവരും ഒന്നും കൊണപ്പെട്ടില്ല. തൻ്റെ കുടുംബവും താനും രക്ഷപ്പെട്ടു. ഇടജാതിയും പരമജാതിയും മൃഗജാതിയല്ല ഇതിനകത്ത് കയറി. ദൈവം വന്ന് വാതിൽ അടച്ചു. മേളിലത്തെ ഉറവേം തുറന്നു, താഴത്തെ ഉറവേം ദൈവം തുറന്നു. പണിത ആശാരിയും
തടി അറുത്ത വാളന്മാരും എല്ലാം വന്ന് കൊട്ടുകയും മുട്ടുകയും ചെയ്ത് കാണും, തുറക്കാനൊക്കത്തില്ല. പ്രൈസ് ആൻഡ് വർഷിപ്പ് നടത്തിയവനും വന്ന് അവൻ ഓർഗണുമായിട്ടാണ് ഓടി വന്നത്, എന്നെയും കൂടെ കയറ്റാം. അതിനെ പറഞ്ഞ് വാതിലടച്ച് പോയെന്ന് പറഞ്ഞു. ഗിറ്റാറുമായിട്ട് വന്നവൻ അവൻ ഇങ്ങനെ നിന്നാ വർഷിപ്പിന്. ഇപ്പം വെള്ളം പൊങ്ങിയപ്പോഴും അവൻ ഇങ്ങനെ നിൽക്കുക, കാരണം വെള്ളം അടിപടെ അവനും പോയി. സ്തോത്രം. എല്ലാവരും തവലക്കാരനും മൃദംഗക്കാരനും ഹാർമോണിയക്കാരനും പ്രസംഗിച്ച ഉപദേശിമാരും എല്ലാവരും അങ്ങ് പ്രസംഗിക്കുകയല്ലേ എല്ലാ കവലയിലും നിന്ന്. അത് നല്ലതാ. തിരുവല്ലാത്തിൽ വെച്ചാനുണ്ട്, ആരും കേൾക്കുന്നില്ല. പുള്ളി അവിടെ നിന്ന് ശാന്തമായിട്ട് പറഞ്ഞേച്ച് പോവുക. ആരും കേൾക്കുന്നില്ല. പുള്ളി ഏൽപ്പിച്ച കാര്യം പുസ്തകത്തിൽ വാക്യമുണ്ട്, ആകാശമേ കേൾക്ക മതി. എല്ലായിടത്തും വർഷിപ്പാ. പക്ഷേ പെട്ടകത്തിനകത്ത് കയറിയത് എത്ര പേരാ? 8 പേര്. ബാക്കി ആരാധിച്ചവരല്ല. ഇന്ത്യയെ വർഷിപ്പ് നടത്തിയവരും ആരാധിച്ചവരും ഫാസ്റ്റിംഗ് പ്രയർ എടുത്തവരും ഡുനാമീസ്, ഫയർ മീറ്റിംഗ്, പവർ കോൺഫറൻസ്, ക്രൂസേഡ്, അങ്ങനെയൊക്കെയാണല്ലോ. 21, 40 days, 41 ഒക്കെ നല്ല കാര്യം. എന്ത് ചെയ്യാ? ഇവരെല്ലാം മുഴുവൻ എണ്ണവും വെള്ളം കുടിച്ച് ചത്തു. സ്തോത്രം. ഈ വർഷിപ്പ് നടത്തിയത് സിംഹഭാഗമല്ല, അവൻ സകല എണ്ണവും വെള്ളം കുടിച്ച് ചത്തു. പെട്ടകത്തിനകത്ത് കയറിയത് പ്രമാണത്തിൽ നിന്ന 8 എണ്ണം. അവിടുത്തെ വരവിലും ഇത് സംഭവിക്കും. പ്രമാണം കാക്കുന്നവരെ ചേർക്കാൻ അവിടുന്ന് വീണ്ടും വരിക. അപ്പൊ ഒന്ന്, ഒരു മടങ്ങി വരവ്, യേശു വീണ്ടും മടങ്ങി വരും. 2, ഒരു ഉയർപ്പ്. ആരാ ഉയർക്കുന്നത്? ആ കാഹളത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ ആദ്യം ഉയർക്കും. വിവരിക്കേണ്ട, നിങ്ങൾക്കറിയാം. 3 രൂപാന്തരം. ആർക്ക്? ജീവനോടെ നിൽക്കുന്ന വിശുദ്ധന്മാർക്ക് രൂപാന്തരം. എല്ലാവർക്കും രൂപാന്തരമില്ല. ആമൻ. ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർക്ക് ആ രൂപാന്തരം. 2 കൂട്ടരും കൂടെ ഒന്നിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. സങ്കീർത്തനക്കാരൻ അലങ്കാര ഭാഷയ്ക്ക് പറഞ്ഞിരിക്കുക, ഉഷസ്സിന്റെ ഉദരത്തിൽ നിന്ന് യുവാക്കളായ മഞ്ഞ് പുറപ്പെട്ടു വരുന്നത് പോലെ കോടി കോടി വിശുദ്ധന്മാർ ഉയർത്തു വരുന്ന ഒരു സുപ്രഭാതം. ഈ താഴ്ചകളുള്ള ശരീരം മഹത്വമുള്ള ശരീരം പ്രാപിക്കും. ദ്രവത്വമുള്ള ശരീരം ദ്രവത്വമില്ലാത്ത ശരീരം പ്രാപിക്കും. മൺമയമായ ശരീരം വിൺമയമായ ശരീരം പ്രാപിക്കും. ബലഹീനമായ ശരീരം ശക്തിയുള്ള ശരീരം പ്രാപിക്കും. പൗലോസ് ചോദിക്കുക, സ്തോത്രം, സകല മാംസം ഒരുപോലുള്ള മാംസമല്ലെന്ന, പക്ഷെ ഒരുവൻ മരിച്ചവൻ എങ്ങനെ വരുമെന്നും ഏതുവിധം ശരീരത്തോട് വരുമെന്ന് ചോദിക്കുന്ന മൂഢ, നീ വിതയ്ക്കുന്നത് ചത്തില്ലായെങ്കിൽ തനിയായിരിക്കുന്നു. നീ വിതയ്ക്കുന്നത് ഗോതമ്പിന്റെയോ മറ്റു മല്ലതിന്റെയോ മണികളത്രേ. ദൈവമോ ഓരോന്നിന് അതതിന്റെ ശരീരം കൊടുക്കുന്നു. സകല മാംസം ഒരുപോലുള്ള മാംസമല്ല. പക്ഷികളുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസം വേറെ, മൃഗങ്ങളുടെ മാംസം വേറെ. ഭൗമ ശരീരങ്ങളുമുണ്ട്, സ്വർഗീയ ശരീരങ്ങളുമുണ്ട്. ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ, സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ട്. മരിച്ചവരുടെ പുനരുത്ഥാനം അതുകൊണ്ടും തന്നെ. Praise the Lord, praise the Lord. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെ പുറാക്കി മർത്യമായി അമർത്യത്തെ ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും മർത്യമായി അമർത്യത്തെ ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നുള്ള വചനം നിവർത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം നമ്മുടെ കർത്താവാകുന്ന യേശുക്രിസ്തു മുഖാന്തിരം നമുക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവ് വ്യർത്ഥമല്ല എന്നറിഞ്ഞ് കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുന്നവരുമാകണം. ഇതാ നമ്മുടെ പ്രത്യാശ, ഇതാ നമ്മുടെ പ്രത്യാശ. മണ്ണിൽ മൗനമുറങ്ങൂ തന്റെ വിശുദ്ധർ എല്ലാ നിമിഷവും. മണ്ണിൽ മൗനമുറങ്ങും തന്റെ വിശുദ്ധർ എല്ലാ നിമിഷവും. കാകല ധ്വനികൾ, കാകല ധ്വനികൾ. അറിയാവുന്നവര് കൈയടിച്ചു പാട്. ചടുചട ഉയർത്തിയിടും തിരുമുഖം കാൺമാൻ. ചടുചട. അറിയാവുന്നവര് കൈയടിച്ചു പാട്. ഓ വരനേ നിന്നെ കാൺമാൻ
നിൻമുഖ പരൻ നിൻമുഖ പരനെ നിൻമുഖ പരനെ നിൻമുഖ കണ്ടു കൊതിരാൻ ഓ കണ്ടു പ്രത്യാശയോടെ പാട് ശുദ്ധരല്ല ഗീതം പാടൂ തന്റെ വരവിൽ ശുദ്ധ പ്രത്യാശ വർദ്ധിക്കട്ടെ ഗീതം പാടൂ തന്റെ വര ഓ ആർത്തും ഘോഷിച്ചോ ആർത്തും ഘോഷിച്ചോ ആർത്തും ഘോഷിച്ചോ ആർത്തും ഘോഷിച്ചോ ആനന്ദ എതിരേൽപ്പാൻ ആനന്ദ പ്രത്യാശയോടെ പാട് ഓ വരനെ നിന്നെ കാണാൻ എനിക്കതി വരി വരി ഓ വരനെ നിന്നെ ഇന്ന് രാത്രി നമ്മുടെ പ്രത്യാശ വർദ്ധിക്കട്ടെ ഓ ഗോതി ഉണ്ട് വരനെ നിൻമുഖ പരൻ നിൻമുഖ പരനെ നിൻമുഖ കണ്ടു കൊതിര ഉണ്ട് നികാശ കണ്ടു വരി കരമുയർത്തി ദൈവത്തെ സ്തുതിക്കുക ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാട് നമ്മുടെ പ്രതീക്ഷ പ്രത്യാശ യേശു വീണ്ടും വരും തനിക്കായി കാത്തുനിൽക്കുന്ന വിശുദ്ധന്മാരുടെ രക്ഷയ്ക്ക് അവിടുന്ന് പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷപ്പെടും ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല എല്ലാവരും മാനസാന്തരപ്പെടണം പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ് ഞാനൊരു കാര്യം ഉറപ്പിച്ചും തറപ്പിച്ചും പറയാം സ്തോത്രം നീ പെന്തിക്കോസി വന്നേ നോക്കൂ ഇത് കൂടുതൽ എങ്ങനെ ഇനി പറയാനേ ചെല്ലു പറയാനുണ്ട് അമ്മാമേ നിങ്ങൾ വരാനൊന്നുമല്ല ഇതെല്ലാം ഒന്ന് നീ ഞങ്ങളുടെ കൂടെ തന്നെ വരണം പിന്നെ നീ അവിടോട്ട് പോകാനാ വേറെ 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 പോകുന്ന സ്ഥലം പറഞ്ഞു കൊടുക്ക് എടാ പോണ്ടേ എടാ നീ ഇവിടെ തന്നെ വരണം ഇവിടെ തന്നെ ഞാൻ ഉദ്ദേശിച്ചത് നീ മാനസാന്തരപ്പെട്ട് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞു തരാം യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം 1 രൂപ നീ കൊടുക്കണ്ട നിരതദ്രവ്യം ഒന്നും കൊണ്ട് കെട്ടിവെക്കണ്ട നിന്റെ അരിയും വേണ്ട മണിയും വേണ്ട തുണിയും വേണ്ട കിണിയും വേണ്ട നിന്റെ പൂവങ്കോഴിയും വേണ്ട പെടക്കോഴിയും വേണ്ട നിന്റെ കാശും വേണ്ട പുത്തനും വേണ്ട ഒന്നും വേണ്ട നിന്നെ മതി ലിസ്റ്റെല്ലാം എഴുതി തരത്തില്ല ഇന്ന സാധനം കൊണ്ടുപോവാ ഞാൻ നിന്നിൽ പ്രസാദിക്കാം നീ ഒന്നും കൊണ്ടുവരണ്ട നിന്നെ കഴിഞ്ഞ് നന്നാ മതി സ്തോത്രം യേശു നിന്റെ ഉള്ളത്തിൽ വരും യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം രക്ഷിതാവായി സ്വീകരിച്ച് കഴിഞ്ഞാൽ അടുത്തത് നീ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം നാളെ നമുക്ക് യോഗമില്ലല്ലോ ഇവിടില്ലല്ലോ എനിക്ക് യോഗമുണ്ട് സഭായത്തിനല്ലേ ഉള്ളു ഇവിടെ രാത്രിയിലുണ്ടോ എന്ന് എന്നാ ഇത് പറഞ്ഞേച്ച് വിടാം വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം വെള്ളമുള്ള സ്ഥലത്ത് സ്നാനപ്പെടുത്തുന്ന പുള്ളിയും സ്നാനപ്പെടേണ്ട പുള്ളി ഇറങ്ങണം അല്ലാതെ ഡവറായിക്കകത്തുകൊണ്ട് തളിക്കുകയല്ല മനസ്സിലായോ ഇറങ്ങി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടണം ഇതിന്റെ ഓർഡർ അതാ അല്ല നീ മക്കിളിമാസ് കളിച്ചാലൊന്നും കാര്യം നടക്കുകയല്ല സ്നാനപ്പെടണം സ്നാനമോ ദേഹത്തെ ചെളി കളയാനല്ല അതിന് സോപ്പുണ്ട് ഇഷ്ടം പോലെ ഉണ്ടല്ലോ ജഡത്തിന്റെ അഴുക്ക് കളയാനല്ല ദൈവത്തോട് നല്ല മനസാക്ഷിക്കാം യേശുവിനോട് ചേരാനാ യേശു ക്രിസ്തുവിനെ ധരിക്കാനാ അവിടുത്തെ മരണ അടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുന്നതാണ് മരിച്ച വ്യക്തിനെയാണല്ലോ അടക്കേണ്ടത് മരിക്കാത്തവനെ അടയ്ക്കുക കേസാ ഒരുമാതിരിപ്പെട്ടവർക്കെല്ലാം കേസ് ചാർജ് ചെയ്തിട്ടുണ്ട് മരിക്കാത്തവനെ എല്ലാം നമ്മൾ പിടിച്ച് കല്യാണത്തിന്റെ തലേന്ന് പിടിച്ച് മുക്കി എന്നുവെച്ചാൽ അവനെ കല്യാണം നടത്തി വിട്ടു കേസാ
മരിച്ചവനെ അടക്കണം. മരിച്ചവനെ അടക്കിയില്ലേലും കേസാണ്, അത് വേറെ കേസ്. ചോദിക്കും ഇത്ര നാളും വെച്ചുകൊണ്ടിരുന്ന സമാധാനം പറയണം. സ്നാനപ്പെടണം. സ്നാനപ്പെട്ടത് മാത്രം പോരാ, അഭിഷേകം പ്രാപിക്കണം. ആ ഒരു പദം പറയുമ്പോൾ ചിലപ്പോൾ ഉടക്കുണ്ടാക്കാൻ ചില സഭക്കാരൊക്കെ വരും, അവരവിടെ ഉടക്കിക്കോട്ടെ, എനിക്ക് നേരമില്ല ഉടക്കുണ്ടാക്കാൻ. നീ അഭിഷേകം പ്രാപിക്കണം. അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തണം. അത് നീ നിർമ്മിച്ച അന്യഭാഷയല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ ദൈവം തൃപ്തിപ്പെടുത്തും. ദൈവത്തിൻ്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഒരു നദിയുണ്ട്, അതിൻ്റെ തോടുകൾ ദൈവനഗരത്തെ അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ സന്തോഷിപ്പിക്കുന്നു. ദൈവം അതിൻ്റെ മധ്യയുണ്ട്, അത് കുലുങ്ങി പോകുകയല്ല. സ്തോത്രം. അതുകൊണ്ട് നീ അഭിഷേകം പ്രാപിക്കണം. സഭയിലുള്ള മുഴുവനെണ്ണവും അഭിഷേകം പ്രാപിക്കണം. ഞാൻ എല്ലാവരോടും പറയും, അഭിഷേകം പ്രാപിക്കാത്തതിനെ കമ്മിറ്റി കയറ്റരുത്, സെക്രട്ടറി ആക്കരുത്, ട്രസ്റ്റി ആക്കരുത്, ഒരു സ്ഥാനവും കൊടുക്കരുത്. പുറകിരിക്കാൻ പറയണം. ഇത് അഭിഷേകം പ്രാപിക്കാത്തതിനല്ലേ ഇതിനകത്ത് വലിഞ്ഞ് അഭിഷേകം പ്രാപിക്കണം. എല്ലാവരും ആത്മാവിലാകുമ്പോൾ ഇവൻ ഇങ്ങനെ കുറുക്കം നോക്കുമ്പോൾ നോക്ക് ആരൊക്കെയാണ്. അഭിഷേകം പ്രാപിക്കണം. ഇവിടെ ഈ അഭിഷേകത്തിന്റെ ശക്തി കൊണ്ടാണ് നിൽക്കുന്നത്. നമ്മുടെ പോരിന്റെ ആയുധം ജഡീകമല്ല, കോട്ടകളെ ഇടിക്കുന്ന ദൈവശക്തിയാണ്. അവയാ ഞങ്ങൾ സങ്കല്പനങ്ങളും വിചാരങ്ങളും ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുവരുന്ന ഉയർച്ചകളെയും വിചാരങ്ങളെ പിടിച്ചടക്കുക. ആഭിചാരത്തിന്റെ ശക്തികളെ അടിക്കുന്നത് അഭിഷേകത്തിന്റെ ശക്തി. ക്ഷുദ്രപ്രയോഗത്തെ ആമെ പാടെ തകർക്കുന്ന ശക്തിയാ ദൈവശക്തി. രോഗാത്മാവിനെ അടിച്ചു മാറ്റുന്ന ശക്തിയാ ദൈവശക്തി. രോഗപീഠകളിൽ രോഗാത്മാവിൽ വലകുന്ന ആരെങ്കിലും ഇന്ന് രാത്രി വന്നിട്ടുണ്ടെങ്കിൽ ആത്മശക്തിയിൽ ദൈവമക്കൾ ആരാധിക്കുമ്പോൾ നിനക്ക് രോഗശാന്തി ഉണ്ടാകും. സഭയ്ക്കകത്ത് ആത്മാവിൽ നന്നായിട്ട് നിറയണമെന്ന്. ഞായറാഴ്ച വന്ന ആള് കളിച്ചേച്ച് പോകരുത്, നന്നായിട്ട് നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കണം. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ താന്താങ്ങൾക്കുള്ളവരല്ല. ആകയാ നിങ്ങളുടെ ശരീരം കൊണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തണം. നിങ്ങളെ അവയവങ്ങൾ അനീതിയുടെ ആയുധങ്ങളാക്കാൻ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിക്കണം. എങ്ങനെ? ഈ ലോകത്തിന് അനുരൂപരാകാതെ. സ്തോത്രം. അഭിഷേകം പ്രാപിക്കണം. മാത്രമല്ല തിരുമേശ എടുക്കണം. ഞായറാഴ്ച തിരുമേശ വേണം, തിരുമേശ എടുക്കണം. തിരുമേശ ഇല്ലാത്ത ആരാധനയല്ല. ആൾക്കാരെല്ലാം കൂടെ വന്ന് കൂടി വെച്ച് പോകുന്നതേ ഉള്ളൂ. ഞായറാഴ്ച എല്ലാവരും കൂടെ അവിടെ ഇവിടെ കിടക്കുന്നതിനെല്ലാം കൂടെ തമ്പത്തിൽ നിന്ന് ആളെ ഇറക്കും പോലെ തള്ളിക്കൂട്ടി. തിരുമേശ ഇല്ലാത്ത ആരാധനയല്ല. തിരുമേശ എടുക്കണം. സ്നാനപ്പെട്ട് കൃപയിൽ വന്ന സകലയൊണ്ണവും തിരുമേശ എടുക്കണം. ഇത് തിരുമേശ എടുത്തുമ്പോൾ ആ സമയത്ത് അവൻ ഇറങ്ങി വെളിയിൽ പോകും. തിരുമേശ കഴിയുമ്പം പാസ്റ്റർമാർ ഇപ്പൊ എഴുന്നേറ്റ് നിന്ന് വിശുദ്ധന്മാർ സഹോദരന്മാർ തമ്മിലും സഹോദരിമാർ അന്നേരം അവന് ഉമ്മ കൊടുക്കാൻ കയറി വരും. അതുവരെ അവനെ മരത്തിന്റെ ചോട്ടിൽ പോയി നിൽക്കുക. തിരുമേശ എടുക്കണം. മനുഷ്യപുത്രന്റെ രക്തം പാനം ചെയ്യുകയും അവിടുത്തെ തിരുശരീരം ഭുജിക്കണം. അതിന്റെ ഓർമ്മയാ അപ്പവും ദ്രാക്ഷാരസവും. അത് ഭുജിക്കണം, അത് പാനം ചെയ്യണം. തിരുമേശ എടുക്കണം. കൂട്ടായ്മ ആചരിക്കണം. ഞായറാഴ്ച മാത്രം വന്നിങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ കഴുന്ന ഞായറാഴ്ച മാത്രം വന്നിങ്ങനെ കഴുന്ന പൊങ്ങും പോലെ പൊങ്ങിയേച്ച് പോയാൽ പോരാ. സഭയോട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ സഭയുടെ കൂട്ടായ്മയ്ക്ക് വരണം. ജോലിയുള്ളവർ ജോലിക്ക് പോകണം. അതുപോലെ ബന്ധപ്പാടുള്ളവരറിയാം. വെറുതെ മെനക്കെട്ട് നീ വീട്ടിലിരിക്കരുതെന്നായി പറഞ്ഞ് കൂട്ടായ്മയ്ക്ക് വരണം. ഈ കൂട്ടായ്മയാണ് നമ്മുടെ ബലം. പ്രാർത്ഥന കഴിക്കണം. എല്ലാറ്റിനുപരി വേർപാട് പാലിക്കണം. അവരെ ചേർക്കാനാണ് യേശു വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇതാ നമ്മുടെ പ്രതീക്ഷയും പ്രത്യാശയും. ഇത് അനുസരിച്ചേ നോക്കൂ. സകല മനുഷ്യരും ഇതനുസരിച്ചേ നോക്കൂ. അല്ലാതെ നിങ്ങൾ ഇതെല്ലാം കേട്ടേച്ച് പിന്നെയും പൊക്കോ ഞങ്ങളിത് പറയുന്ന അല്ലല്ല. പൗലോസ് പറഞ്ഞതുപോലെ ചങ്ങലയൊഴികെ മുഴുവനെണ്ണു. ഇതാ ഇതിന്റെ രക്ഷാമാർഗം. ഇതിനപ്പുറം വേറൊരു മാർഗവുമില്ല. നീ എതിലെ പോയാലും ശരിയാകത്തുമില്ല. ഇതിനകത്ത് വരാതെ ശരിയാകുകയില്ല. യേശുക്രിസ്തു ഒരു വിഭാഗത്തിന്റെ ദൈവമല്ല. യേശുക്രിസ്തു ഒരു സംഘടനയുടെ ദൈവമല്ല. അവിടുന്ന് മുഴുലോകത്തിന്റെ ദൈവമാ. അങ്ങനെ ആ തീത്തോസ് പറഞ്ഞിരിക്കുന്നത് സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. രക്ഷ സകല മനുഷ്യർക്കുമുള്ളതാ. ആ രക്ഷകൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരു കാര്യം പറഞ്ഞ് അങ്ങ് നിർത്താം.
ദൈവത്തിന് മഹത്വം. വായിച്ച തിരുവെഴുത്തിൽ ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുവേശുവിൽ ദൈവത്തിന്റെ ഇഷ്ടം. ദൈവത്തിന് ഇഷ്ടമുള്ള ധാരാളം കാര്യങ്ങളുണ്ട്. ആ 4-ാം അധ്യായത്തിന്റെ 3-ൽ ഒരു ഇഷ്ടത്തെ പറ്റി എഴുതിയിട്ടുണ്ട്. 4-3 ഒന്ന് വായിച്ചു. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. അതാ ദൈവത്തിന്റെ ഒരു ഇഷ്ടം, നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. പിന്നെ 5-ാം അധ്യായത്തിന്റെ 13 മുതൽ ഇപ്പം വായിച്ച വാക്യത്തിന്റെ താഴെ വരെ വായിച്ചാൽ അവിടെ 10 കൂട്ടം കാര്യമുണ്ട് ദൈവത്തിന് ഇഷ്ടം. സ്തോത്രം. 10 കൂട്ടം കാര്യം. വായിച്ചോ, എല്ലാം വെറുതെ ഇരിക്കണ്ട, വായിച്ചു. അവരുടെ വേല നിമിത്തം. ആരുടെ? വായിച്ചു. അവരുടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണമെന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു. തമ്മിൽ സമാധാനമായിരിപ്പീൻ. സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിക്കണം. അവനെ സഭയിൽ നിന്ന് മുടക്കാനല്ല, അവനെ ഇപ്പൊ എല്ലാവരും മുടക്കുകാരാ. മുടക്കാൻ വരുന്നവനേതാ? അവനെ പണ്ടേ മുടക്കേണ്ടതാ. പക്ഷെ നമുക്ക് അടിയന്തര കമ്മിറ്റി. പിന്നെ എടാ, ഇത് മുടക്കല്ല വിഷയം. അവനോട് സ്നേഹത്തിന്റെ ആത്മാവ് ചെന്ന് ബുദ്ധി ഉപദേശിക്കണം. ക്രമം കെട്ടവരെ അങ്ങനെ ബുദ്ധി ഉപദേശിക്കണം. അല്ല മുടക്കാനൊന്നുമല്ല. നീ രാവിലെ ഒരു പേപ്പർ വാട്ടം കറങ്ങ എല്ലാവരും മുടക്കാൻ. എല്ലാവരും മുടക്കി വെച്ച് പിന്നെ നീ എവിടെ പോവാ? മുടക്കല്ല വിഷയം. അവനെ ബുദ്ധി ഉപദേശിക്കണം. സഹോദര, സുഹൃത്തെ, ഇതാ ഇതിന്റെ വഴി, ഇനി ആവർത്തിക്കരുത്, ഇതാ ചെയ്യേണ്ടത്, ശ്രദ്ധിക്കണം. ഇങ്ങനെ അതിന്റെ പ്രമാണം. സഹോദരന്മാരെ, നിങ്ങൾ ഒരുത്തനും വല്ല തെറ്റിലും അകപ്പെട്ടു പോയാൽ ആത്മീക രാഗങ്ങൾ അങ്ങനെയുള്ളവനെ വായിച്ചേ. 6:6 ഗലാത്യർ. പെട്ടെന്ന് വായിച്ചു. ഇത് മറക്കാതെ കണ്ട് വായിക്കണം. 6:6 പെട്ടെന്ന് വായിച്ചു. ഗലാത്യർ അവിടെ അല്ലേ, പുറകോട്ട് മറിക്കണ്ടേ? മുതൽ വായിച്ചേ. ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയാൽ, സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയാൽ ആത്മീകരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ. അപ്പൊ ഇങ്ങോട്ട് നോക്കിയേ. തെറ്റിൽ അകപ്പെട്ട് പോകരുത്. അഥവാ പോയാൽ അങ്ങനെയുള്ളവനെ ക്രമീകരിക്കാൻ ചെല്ലേണ്ടത് ആരാ? സൗമ്യതയുടെ അല്ലല്ല, ആത്മീകരാ ചെല്ലേണ്ടത്. ഇത് അടിയന്തര കമ്മിറ്റി കൂടി നടപടിയെടുക്കാനിരിക്കുന്ന ഒരുത്തൻ, സ്തോത്രം, ഗുണ്ട, മറ്റവൻ വെട്ടിപ്പണക്കാരൻ, മറ്റവൻ മുച്ചീട്ട് കളിക്കാരൻ, മറ്റവൻ പാര. ഇവന്മാരാ മുടക്കാൻ ചെല്ലുന്നത്. ഇവനെ ക്രമീകരിക്കാൻ ചെല്ലേണ്ടത് ആത്മീകർ ചെല്ലണം. അങ്ങനെ പുസ്തകത്തിലെ പ്രമാണം. ഞാൻ അധികം വിവരിക്കുന്നില്ല. ആത്മീകരാകുന്ന നിങ്ങൾ, ആത്മീകരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ സൗമ്യതയുടെ ആത്മാവിൽ അവനെ യഥാസ്ഥാനപ്പെടുത്തണം. അടുത്ത പദവും കൂടെ, നീയും പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ശ്രദ്ധിച്ചോണം. മുടക്കാൻ ചെന്ന അവസാനം പിന്നെ നീ ഉടയരുത്. പണ്ട് കല്ലേൽ പറഞ്ഞ പോലെ മീൻ പിടിക്കാൻ പോകുന്ന കൊള്ളാം, മീൻ പിടിക്കരുതെന്ന്. മീൻ പിടിക്കാൻ പോകുന്ന കൊള്ളാം, മീൻ പിടിക്കരുതെന്ന്. ഇതാ ഇതിന്റെ പ്രമാണം. അപ്പൊ ശ്രദ്ധിക്കണം. കർക്കശമായിട്ട് ഉപദേശം കൊടുക്കണം. ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പിൻ. പിന്നെ ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവിൻ. ഉൾക്കരുത്തില്ലാത്തവരെല്ലാവർക്കും ഒരേ കരുത്തല്ല, അവരെ ധൈര്യപ്പെടുത്തണം. ഇപ്പൊ ഒരാൾക്ക് ഒരു കൈക്ക് ഒരു ഞോണല്ല, എന്തോ പറ്റി, എന്നാന്നറിയാം, ഞോണല്ല, ആ പ്രാർത്ഥിക്കുക, യേശു സൗഖ്യമാക്കും. ധൈര്യപ്പെടുത്തണം. ഇതങ്ങനല്ല. എന്തുവാ എന്നാന്നറിയാമല്ലോ, അയ്യോ ഇത് വെച്ചോണ്ടിരിക്കരുത്. ആരെയും കാണിച്ചോ? ഇല്ല, ഞാൻ തന്നെ കണ്ടോണ്ടിരിക്കുക. ഇല്ല, അങ്ങനെ തന്നെ കണ്ടോണ്ടിരിക്കരുത്. ആരെയും ഒക്കെ ഒന്ന് കാണിക്കണം. മുത്തൂറ്റ് കൊണ്ട് കാണിക്കുക, കുറച്ചുകൂടെ അങ്ങോട്ട് എന്നാ മതി. അയ്യോ ഇത് മുഴുവൻ ബിസിനസ്സാണ്. ഇപ്പം ബിസിനസ്സാ. ആതുര ശുശ്രൂഷ രംഗത്ത് കൂടുതലും ബിസിനസ്സാണ്. എന്ത് പരസ്യങ്ങളാണ് ഇപ്പം വന്നേക്കുന്നേ, ഇല്ലേ? അതെ. തിരുവല്ലയിലൊരു പരസ്യമുണ്ട്, ഇനി ഒറ്റ വഴിയേ ഉള്ളൂ. നിങ്ങൾ വല്ലവരും വായിച്ചോ? ഇനി നമ്മൾ പറഞ്ഞ ഒറ്റ വഴിയേ ഉള്ളൂ, യേശു ക്രിസ്തു. അതല്ല, യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് ഇതെല്ലാം തുടങ്ങിയത്. യേശു ക്രിസ്തുവിനെ അറിഞ്ഞത് കൊണ്ടാണ് ഇതെല്ലാം തുടങ്ങിയത്. ഇപ്പൊ അതല്ല, യേശു ക്രിസ്തു ഒക്കെ അടിച്ച് വെളി കളഞ്ഞേച്ച് ഇനി ഒറ്റ വഴിയേ ഉള്ളെന്ന്.
നിങ്ങൾ ആരെങ്കിലും ബോർഡ് കണ്ടോ? യേശുക്രിസ്തുവിനെ അറിഞ്ഞത് കൊണ്ടാണ് ഇതെല്ലാം ഉണ്ടായത്. അതെ, എടാ, യേശുവിനെ അറിഞ്ഞത് കൊണ്ടല്ലോ ഇതെല്ലാം കിട്ടിയത് അല്ലേ? എന്നിട്ട് ഇപ്പൊ പറയുന്നേനാ ഒറ്റ വഴിയോ ഉള്ളെന്ന്. മുഴുവൻ പരസ്യമാ, ബിസിനസ് അല്ലേ? രോഗിയായിട്ട് നമ്മൾ ചെല്ലുക, കൂടെ എന്നവന് മരുന്നെടുത്ത് തരും. ഇത് പോയിട്ട് പരിശോധിച്ചു വെച്ച് വരാൻ. ആർക്കാ? ബ്രദറിന്. ഞാൻ രോഗിയുടെ കൂടെ വല്ല ഉണ്ട്, അസുഖമുണ്ട്, പരിശോധിച്ചു വെച്ചു. ബ്ലഡ് പരിശോധിക്കണം, യൂറിൻ പരിശോധിക്കണം, പിന്നെ അതും ഇതുമല്ല 3000 രൂപയുടെ അങ്ങനത്തെ അന്തരീക്ഷമാണ്. അപ്പൊ ഇങ്ങനെയുള്ള രംഗങ്ങൾ വരുമ്പോൾ നീ ധൈര്യപ്പെടുത്തണം. ഒരു രോഗി നിന്റെ അടുക്ക വന്നു, യേശു നിന്നെ സൗഖ്യമാക്കും. അവിടുന്ന് സകല രോഗങ്ങൾക്ക് മതിയായവനാ. ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തണം, ബലഹീനരെ താങ്ങുവിൻ. നല്ല താങ്ങാറാ, പിന്നെ ആയുസ് പൊങ്ങുമല്ലോ. നല്ല താങ്ങാ, നന്നായിട്ട് താങ്ങുന്നുണ്ട്. പിന്നെ അടുത്തത്, എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പിൻ. മിക്കവാറും ആദ്യം അയലത്തുകാരോട് വഴക്കുണ്ടാക്കി, നല്ല ദീർഘക്ഷമയാ. അപ്പുറം ആരാ? ഞങ്ങളുടെ അനിയനും കുടുംബവും. നിങ്ങൾ തമ്മിൽ എങ്ങനെ മിണ്ടുകാല? ഈയിടെ അതിരുത് ഞാൻ അവനോട് പറഞ്ഞ, ചോണയുണ്ടേ നീ കുറ്റി കിട്ടാൻ നിന്റെ കുതികാല് ഞാൻ. അവന് സഭയില, അവൻ IPC, നമ്മളോ ചർച്ചക്കോട്. 10 മണിയാകുമ്പോൾ സിയോങ്കിതാവലിയായിട്ട് ഓടുക, അവൻ സംഗീത രത്നാവലിയായിട്ട് അങ്ങോട്ട് ഓടുന്നു. സന്ധ്യ ആകുമ്പോൾ നമ്പർ വെച്ച് അടിക്കുക, തീ കത്തിക്കാൻ. നാട്ടുകാർ മിക്കവാറും നിന്നെ കത്തിക്കും. അവർ കുറെ നാളായിട്ട് കണ്ടിരിക്കുക നിന്നെ കത്തിക്കാൻ. എടാ, സകല മനുഷ്യനോട് സമാധാനം ആചരിക്കേ. തെറ്റവന്റെ ഭാഗത്തായിരിക്കും, നീ അങ്ങ് ക്ഷമിക്കേ. അതല്ലേ നമ്മുടെ പ്രമാണം. സ്തോത്രം. സകല മനുഷ്യനോടും ഇതൊക്കെ ദൈവഹിതമാണ്. എല്ലാം ഞാൻ വിവരിക്കുന്നില്ല. വേറൊരു ദൈവഹിതമുണ്ട്, അതെല്ലാവർക്കും ഇഷ്ടമുള്ള ദൈവഹിതമല്ല. അതിനെന്നറിയാമോ? പത്രോസിന്റെ 1-ാം ലേഖനം 2:15 വായിച്ചേ. അത് വളരെ നല്ലൊരു ദൈവഹിതമാണ്. പക്ഷെ നമ്മുടെ ആൾക്കാർക്ക് ആർക്കും ആ ഹിതം ഇഷ്ടമല്ല. 2:15 പെട്ടെന്ന്. നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ ഭോഷത്വം മിണ്ടാതാക്കണം എന്നുള്ളത് ദൈവേഷ്ടമാകുന്നു. മനസ്സിലായോ? നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ ഭോഷത്വം മിണ്ടാതാക്കണം. അത് ദൈവത്തിന്റെ ഇഷ്ടമാണ്. മനസ്സിലായില്ല? ബുദ്ധിയില്ലാത്ത മനുഷ്യരുണ്ട്, ദൈവത്തെ അറിയാത്ത ബുദ്ധിയില്ലാത്ത ആൾക്കാര്. അപ്പൊ അവര് എതിർക്കാനും ഉടക്കാനും ഒക്കെ വരുമ്പോൾ നമ്മൾ നന്മ ചെയ്തു കൊടുക്കണം. എന്നാലും പിന്നെ ഞാനെപ്പോഴും പ്രസംഗിക്കുമ്പോഴൊക്കെ പറയും, നിങ്ങൾ ചിലത് കേട്ടിട്ടുണ്ടായിരിക്കുമില്ലേ, നിങ്ങളും പ്രസംഗിക്കുന്നതാ. സ്തോത്രം. സഹോദരിമാരോട് ഞാൻ പറയും, അടുത്തടുത്ത വീടുകളാ. അപ്പുറത്തെ വീട്ടിൽ പ്രായമുള്ളൊരു അമ്മയുണ്ട്, ഇപ്പുറത്തെ വീട്ടിൽ 2 പൊടിപ്പിള്ളേരുണ്ട്. നമ്മൾ ഒരു പ്രത്യേക ദിവസത്തിലോ അല്ലെങ്കിൽ നമുക്ക് സാഹചര്യം കിട്ടുമ്പോൾ ഇച്ചിരി ഭക്ഷണം നന്നായിട്ടുണ്ടാക്കി, എപ്പോഴും എല്ലാവർക്കും എല്ലാ ഭക്ഷണം ഉണ്ടാക്കാൻ ഉള്ള സാഹചര്യങ്ങൾ കണ്ടെന്ന് വരികയല്ല. അപ്പം വിശേഷമായിട്ട് എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കുമ്പോഴേ അടുത്തടുത്ത വീടുകളാകുമ്പോൾ മണമടിക്കും. കടുക് താളിക്കുകയും തത്തുല്യമായതൊക്കെ ചെയ്യുമ്പോൾ മണമടിക്കും. അപ്പം പ്രായമുള്ളൊരു അമ്മ അപ്പുറത്തെ വീട്ടിൽ കാണും, ഹിന്ദുക്കളായിരിക്കും, ആയിക്കോട്ടെ, അല്ലെ അപ്പുറം മുസ്ലിം ആയിരിക്കും, ആരും ആകട്ടെ. അപ്പോൾ ഈ ഭക്ഷണത്തിൻ്റെ ഒരു വിഹിതം അവർക്ക് കൊണ്ട് കൊടുക്കണം. അല്ല, നീയും മാപ്പിളയും പിള്ളേരുടെ നല്ല വെട്ടി വെച്ച് ബാക്കി ഫ്രിഡ്ജിനകത്ത് ഇടിച്ച് കയറ്റി, ഫ്രിഡ്ജ് തുറന്ന ഉടനെ മുട്ട താഴെ വീഴും, സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അത് പാടില്ല, അവർക്കൂടെ കൊടുക്കണം. വീട്ടിലുള്ളവർക്ക് തന്നെ കൊടുക്കുന്നില്ല, പിന്നെ ഇനി ഞാനെപ്പോഴും പറയും, 10 തേങ്ങ ഇടാനുണ്ടെങ്കിൽ ഇട്ട് കഴിയുമ്പോൾ അപ്പുറത്തുകാർക്ക് തെങ്ങും തേങ്ങ ഇല്ലേ, 1 തേങ്ങ അവർക്ക് കൊടുക്കണം. 1 പെയ്ത്തോമിലും കൊണ്ടുവരണം.
8 നമ്മൾ എടുത്തോണം. അതിൽ നിന്ന് ആർക്കെങ്കിലും കൊടുക്കുന്നെങ്കിൽ കൊടുത്തോണം. ഈ പ്രമാണം ഇതാ. മനസ്സിലായോ? നിങ്ങൾ അവർക്കൊരു തേങ്ങ കൊടുത്തേച്ച് പിറ്റേ ആഴ്ച ട്രാക്റ്റുമായിട്ട് അതിലേ ചെന്നേ. നമുക്ക് ഒത്തിരി ട്രാക്റ്റ് ഉണ്ടല്ലോ. തമ്പിയുടെ ഹൃദയം, വേറൊരു ട്രാക്റ്റാ, നീ എങ്ങോട്ട്, ടൈറ്റാനിക്ക്, ടൈറ്റാ, തകരുന്ന കപ്പൽ, ആയിക്കോട്ടെ. ഇതുമൊക്കെ ആയിട്ട് അങ്ങോട്ട് ചെല്ലുമ്പം ആ തേങ്ങ കൊടുത്തവൻ്റെ വീടിൻ്റെ വാതിൽ കൂടെ ചെന്ന് കയറുമ്പോൾ അവൻ പറയും, അയ്യോ വന്നാട്ടെ, വന്ന് പ്രാർത്ഥിക്കുക. അവനുടനെ അവൻ്റെ ഭാര്യയോട് പറയും, നമ്മൾ പറയും വേണ്ട, ഇല്ലില്ല ഇച്ചിരി കുടിച്ചേച്ച് പോയാൽ മതി. അവിടെ ഇരുന്ന് സമയവും സന്ദർഭവും ലഭിക്കാൻ നമ്മൾ ഇച്ചിരി വചനം പറഞ്ഞാൽ ശ്രദ്ധിച്ച് കേൾക്കും. നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ പോഷത്വം മിണ്ടാതാക്കണം. ദൈവഹിതമാണ്, വിസ്തരിക്കുന്നില്ല അധികം. ദൈവത്തിന്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ നിറവേറണം. ന്യായം പ്രവർത്തിക്കുന്നത് ദൈവത്തിന്റെ ഹിതമാണ്. യെശയ്യാവ് 61:8 ന്യായത്തിൽ ദൈവം ഇഷ്ടപ്പെടുന്നെന്നാണ്. ദൈവമക്കളോട് പറയാൻ, നീ അനീതിക്ക് കൂട്ടു നിൽക്കരുത്, ന്യായക്കേടിന് കൂട്ടു നിൽക്കരുത്, നീതിയോടും ന്യായത്തോടും വേണം ഇടപെടാൻ. ഇനി യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം നിങ്ങൾ പഠിച്ചാൽ എല്ലാവരും ഉയർത്തെഴുന്നേൽക്കുന്നത് ദൈവത്തിന്റെ ഹിതമാണ്. എല്ലാ ഭാഗത്തേക്കും പോകുന്നില്ല. പൗലോസ് ചോദിക്കുക, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവ ഇഷ്ടം. ഒരു കാര്യം മാത്രം പറഞ്ഞു നിർത്താം. നമ്മൾ ഈ പെന്തിക്കോസുകാരല്ലെങ്കിൽ ദൈവമക്കള് ദൈവത്തിന് ഇഷ്ടമില്ലാത്തതെല്ലാം നമ്മൾ ഇഷ്ടമാക്കി എടുക്കും. പുള്ളിക്ക് ഇഷ്ടമല്ല, എന്നാലും നമ്മൾ പ്രാർത്ഥിച്ചും ഉപവസിച്ചും, നമുക്കൊരു ഭാഷ കൊണ്ട് പെന്തിക്കോസുകാർക്ക് പിടിച്ച് വെച്ച് പ്രാർത്ഥിക്കുക. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യം നമ്മൾ പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ച് ദൈവഹിതമാക്കി എടുക്കും. ഒരു കാര്യം പറയാം, നമുക്ക് പ്രാർത്ഥിക്കാനുള്ള വ്യവസ്ഥ ഇങ്ങനെ: കർത്താവേ, അവിടുത്തെ ഹിതമാണെങ്കിൽ തന്നാട്ടെ, അവിടുത്തെ ഇഷ്ടമാണെങ്കിൽ തന്നാട്ടെ, അവിടുത്തേക്ക് തിരുവുള്ളമുണ്ടെങ്കിൽ നടത്തിയാട്ടെ. ഇതാണ് നമ്മുടെ വ്യവസ്ഥ. അല്ലാതെ പിടിച്ചു വെച്ചൊന്നും മേടിക്കരുത്. പിടിച്ചു വെച്ച് മേടിച്ചാൽ വിനയായി തീരും. 1-2 കാര്യം വചനത്തിൽ നിന്ന് പറഞ്ഞ് നിർത്താം. നിങ്ങൾക്ക് അറിവുള്ള കാര്യമാണ്, ഒന്ന് ഓർപ്പിക്കുന്നേ ഉള്ളൂ. ഒരിക്കലും പ്രവാചകനാകുന്ന യെശയ്യാവ് വന്ന് ഹിസ്കിയാവിനോട് പറഞ്ഞു, നീ മരിച്ചു പോകും, സൗഖ്യമാകുകയല്ല, കട്ടിലേന്ന് ഇറങ്ങുകയല്ല, നീ മരിച്ചു പോകും, സൗഖ്യമാകുകയല്ല, ഗൃഹകാര്യം ക്രമത്തിലാക്കണം, മരിക്കും. ഈ പ്രവചനം പറഞ്ഞേച്ച് യെശയ്യാവ് തിരിച്ചു നടന്നു. പ്രവചനം കേട്ട ഉടനെ യെശയ്യാവ് ചുവരോട് ചേർത്ത് മുഖമൊക്കെ തിരിച്ചൊരു പ്രാർത്ഥന. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പിടിച്ചു വെച്ചൊരു പ്രാർത്ഥന. അയ്യോ കർത്താവേ, ഞാൻ നടന്നതും പ്രവർത്തിച്ചതും ചെയ്തതുമെല്ലാം നീ ഒന്ന് ഓർക്കണം, ഇപ്പൊ എന്നെ എടുക്കരുത്, സ്തോത്രം, ഞാൻ പ്രവർത്തിച്ചതൊക്കെ നിനക്ക് അറിയാമല്ലോ, അങ്ങനെയൊക്കെ പറഞ്ഞു ഉണ്ടല്ലോ ഒരു ശൈലി. പ്രാർത്ഥിച്ചു. നടുമിറ്റത്ത് പോയ പ്രവാചകൻ തിരിച്ചു വന്നേച്ച് പറഞ്ഞു, 15 വർഷം തന്നെന്ന്. 15. ഈ 15 വർഷം കിട്ടി, വിടുതൽ കിട്ടി. ഹിസ്കിയാവ് സഭയിൽ വന്നാൽ ഹിസ്കിയാവിന്റെ പാസ്റ്റർ ഞാനാണെങ്കിൽ ആദ്യം അന്ന് ഹിസ്കിയാവിന് ആ സാക്ഷ്യത്തിന് സമയം. ഞാൻ പറയുന്ന ആർക്കും സാക്ഷ്യത്തിന് സമയമില്ല. നമ്മുടെ ഹിസ്കിയാച്ചാൻ വന്നിട്ടുണ്ട്, വളരെ അത്യാസന്നതിലേക്കൂടെ പോയി നമ്മളും എല്ലാം പ്രാർത്ഥിച്ചു. നമ്മുടെ സഭയ്ക്ക് ഒരു അനുഗ്രഹമാണ്. അതുകൊണ്ട് ഇന്നത്തെ സമയം മുഴുവൻ ഹിസ്കിയാച്ചാന് കൊടുക്കുക. ഹിസ്കിയാച്ചാൻ എഴുന്നേറ്റ് നന്നായിട്ട് സാക്ഷി പറയും. നമ്മളെല്ലാം അല്ലേലിയായും പ്രൈസലോടും പറഞ്ഞ് ഹിസ്കിയാച്ചാനെ ഒന്നുകൂടെ ഒന്ന് ഇളക്കും. അല്ല, അതിൻ്റെ അങ്ങനത്തെ സാക്ഷ്യമാ. മരിച്ചു പോകുമെന്ന് പറഞ്ഞെടുത്ത് 15 വർഷം നീട്ടി കിട്ടിയത്. ഒരു കാര്യം പറയാം, ഈ 15 വർഷം കിട്ടിയത് ഗുണമായില്ല, വിനയായി. ഹിസ്കിയാവ് ആ സമയത്ത് മരിക്കുക എന്നുള്ളതായിരുന്നു ദൈവഹിതം. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയല്ല കേട്ടോ. ഇപ്പൊ തന്നെ നിങ്ങൾ ദൈവമേ എങ്ങനെയല്ലോ ഒന്ന് ജീവിച്ചിരിക്കാന്ന് പറഞ്ഞപ്പോൾ അയാൾ ചാകുന്ന കാര്യമാ പറഞ്ഞേക്കുന്നത്. ഞാൻ വചനത്തിന്റെ ഹിസ്കിയാവ് ആ സമയത്ത് മരിക്കുക എന്നുള്ളതായിരുന്നു ദൈവഹിതം. പക്ഷെ ഇയാൾ പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചു. 15 വർഷം കിട്ടി. 15 വർഷം കിട്ടിക്കഴിഞ്ഞപ്പം പിന്നെ വന്ന വിനയം എന്താന്ന് വേറെ പുസ്തകം പഠിക്കുന്നവർക്കറിയാം. ഇയാൾക്ക് വിടുതല കിട്ടിയ കാര്യം അശൂർ രാജാവ് അറിഞ്ഞു, ബാബേൽ രാജാവ് അറിഞ്ഞു. ഇയാളെ കാണാൻ വന്നപ്പോൾ ഇയാള് മുഴുവൻ കാര്യവും പുള്ളിയെ കാണിച്ചു കൊടുത്തു. അവിടെ വാക്യങ്ങൾ എടുപ്പിക്കുന്നില്ല, ആയുധശാല വരെ കൊണ്ട് കാണിച്ചു. എങ്ങനുണ്ട്? ഇയാൾ യാകുകാരനെ ഇത് നടക്കുമായിരുന്നോ? ആത്മീയ ലോകത്ത് ഇതല്ലേ ഇപ്പം നടക്കുന്നേ?
ആയുധശാല വരെയല്ലേ കാണിച്ചു കൊടുക്കുന്നേ. എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ഉണ്ടായ ഉടനെ അത് പരസ്യം കൊടുത്ത് നാട് മുഴുവൻ അറിയിച്ച് അതിനകത്തിട്ട് ഇതിനകത്തിട്ട് ഇത് കേൾക്കുന്നവരടങ്ങിയിരിക്കുവോ? ആയുധശാല ഇന്ന സഭയിൽ ഉണർവ് യോഗം ഇത്ര പേര് സ്നാനപ്പെട്ടു. ആരാ സ്നാനപ്പെട്ടത്? 30 വർഷം വരുന്ന അപ്പൻ്റെ കൊച്ചുമോൻ. അവൻ എന്ത് ചെയ്താൽ മുങ്ങുകയല്ല. അവസാനം എൻ്റെ കാല് പിടിച്ചേടാ ഇപ്പോൾ എങ്കിലും മുങ്ങി. ഇപ്പോഴാണ് വെള്ളമുണ്ട്, സെൻട്രൽ പാസ്റ്റും ഉണ്ട്. ഇച്ചിരി കഴിഞ്ഞാൽ വെള്ളവും കാണുകയില്ല, എന്നിട്ടും അവൻ മുങ്ങുകയല്ല. ഒടുവിൽ അവൻ്റെ കാല്, നിന്റെ കല്യാണം നടക്കേണ്ടതാണ്. അന്നേരം അവനൊരു താല്പര്യം. അങ്ങനെയൊക്കെ അല്ലേ മിക്കയിടത്തും. ഇവൻ ആയുധശാല വരെ കൊണ്ട് കാണിച്ചു ശത്രുവിനെ. അതുകൊണ്ട് ആ പ്രവാചകൻ വന്ന് ചോദിച്ചത്, ഇപ്പൊ ആരാ ഇവിടെ വന്നത്? ഇന്നയാൾ വന്നു, എന്തോ കാണിച്ചു. ഞാൻ പുള്ളിയെ കാണിക്കാത്ത ഒന്നുമില്ല, മുഴുവൻ പിടിച്ചോണ്ട് പോകുമെന്ന് പറഞ്ഞു. ഈ 15 വർഷത്തിന്റെ 2ാം വർഷം പുള്ളിക്ക് ഒരു ചെറുക്കനുണ്ടായി, മനേഷെ. ഇതുപോലെ നശൂലം പിടിച്ചൊരു ചെറുക്കൻ. അവൻ അപ്പൻ ഇടിച്ചു കളഞ്ഞതെല്ലാം പണിയാൻ തുടങ്ങി. അശേരപ്രതിഷ്ഠയും ബാലിന്റെയും അതിന് അന്യാരാധന മുഴുവൻ കൊണ്ടാക്കി. പക്ഷേ ഹിസ്കിയാവ് ആ സമയത്ത് മരിച്ചു പോകുന്നതായിരുന്നു ദൈവഹിതം. പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചു, പക്ഷെ ആ പ്രാർത്ഥന ശരിയല്ലായിരുന്നു. ഇത് മുഴുവൻ വിനയായി തീർന്നു. ഞാനതിലെ ഒരു കാര്യം പറഞ്ഞ് നിർത്താം. മറുവശം വിടുതലിന്റെ മറുവശം. ഇനി മറുവശം വിടുതൽ കിട്ടാൻ എന്തോ ചെയ്യണം? അവിടെ പ്രവാചകൻ പറഞ്ഞൊരു പദമുണ്ട്, നീ നിന്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കണം. ഗൃഹകാര്യം. എന്നിട്ടൊരു പദം പറഞ്ഞു, ആകാശിന്റെ കടികാരം. അങ്ങനെ ഒരു പദമുണ്ട്. ആകാശിന്റെ 8ാം വാക്യമല്ലേ, 38:8. യെശയ്യാവ് 38:8 വായിച്ചേ. ആകാശിന്റെ ഘടികാരത്തിൽ, ആകാശിന്റെ ഘടികാരം, സൂര്യഗതി ആകാശിന്റെ ഘടികാരം. ഈ ഹിസ്കിയാവിനോട് എന്താ പറഞ്ഞ ആകാശിന്റെ ഘടികാരം എന്ന്? ആകാശിന്റെ ഘടികാരം. പെട്ടെന്ന് പറ, നമുക്ക് പോകേണ്ടതാണ്. ആകാശിന്റെ ഘടികാരം. ഈ ആകാശിന്റെ ഘടികാരം 2 പദമായി എടുത്ത് പറഞ്ഞേക്കുന്നത്. ഒന്ന് ആകാശിന്റെ ഘടികാരം, 2 നിന്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കണം. വിസ്തരിച്ച് പറയേണ്ട ഭാഗമാണെങ്കിലും ഷോർട്ടായിട്ട് പറഞ്ഞങ്ങ് നിർത്താം. ആകാശിന്റെ ഘടികാരം എന്ന് ഹിസ്കിയാവിനോട് പറയാൻ കാര്യം, യവന്റെ അപ്പനാണ് ആകാശ്. ആകാശിന്റെ മകനാണ് ഹിസ്കിയാവ്, അല്ലെങ്കിൽ ഹിസ്കിയാവിന്റെ അപ്പനാണ് ആകാശ്. ആകാശിന്റെ അപ്പനാണ് യോദാം. യോദാമിന്റെ അപ്പനാണ് ഉസിയാവ്. അപ്പൊ ഉസിയാവിന്റെ മകനാകുന്ന, യോദാമിന്റെ മകനാകുന്ന, ആകാശിന്റെ മകനാകുന്ന ഹിസ്കിയാവ്, ഹിസ്കിയാവിന്റെ മകനാകുന്ന മനശ. 5 എണ്ണം. ഇത് എല്ലാം നല്ല പറ്റിയതാ. വല്യപ്പൻ ഉസിയാവ്, അയാൾ പള്ളിക്കകത്ത് കിടന്ന് വഴക്കുണ്ടാക്കിയവനാ. ചർച്ചിനകത്ത് വായിച്ചേ 26:16. ദിനവൃത്താന്തങ്ങളുടെ 2ാം പുസ്തകം 26:16. ആണ്ട ഇടത്ത് വശത്ത് കണ്ണിക തുടങ്ങുന്നത് മുതൽ വായിച്ചേ പെട്ടെന്ന്. 26:16 കണ്ടി ഇവിടെ. ഇത് എന്നാൽ അവൻ ബലവാനായപ്പോൾ അവന്റെ ഹൃദയം അവന്റെ നാശത്തിനായിട്ട് നിഗളിച്ചു. അടുത്തത്, അവൻ തന്റെ ദൈവമായ യഹോവയോട് കുറ്റം ചെയ്തു. ധൂപപീഠത്തിന്മേൽ ധൂപം കാട്ടുവാൻ യഹോവയുടെ ആലയത്തിൽ കടന്നു ചെന്ന് ഉസിയാവ് കടന്നു ചെന്നു. അടുത്ത വാക്യം, അസരിയ പുരോഹിതനും ഓടിച്ചു വായിര് അവരോടുകൂടെ ധൈര്യശാലിയായി യഹോവയുടെ 80 പുരോഹിതന്മാരും അവന്റെ പിന്നാലെ അകത്തിയെന്ന് ഉസിയ രാജാവിനെ തടുത്ത് അവനോട്, ഉസിയാവേ, യഹോവയ്ക്ക് ധൂപം കാട്ടുന്നത് നിനക്ക് വിഹിതമല്ല. ധൂപം കാട്ടുവാൻ വിശുദ്ധീകരിക്കപ്പെട്ട അഹരോന്യ പുരോഹിതന്മാർക്കത്രേ. പുരോഹിതന്മാരുണ്ട്, അവര് ചെയ്യും, നീ ചെയ്യരുത്. അധികാരം വെച്ചോണ്ട് നീ കയറി കളിക്കരുത്. ഇപ്പൊ സഭയ്ക്കകത്തല്ല അങ്ങനല്ലേ കളിക്കുന്നേ. ഇച്ചിരി പൈസയുണ്ട്, കേന്ദ്രത്തിൽ പിടിയുണ്ട്, സെൻട്രൽ പാസ്റ്റുമായിട്ട് അടുപ്പമുണ്ട്, നേതൃത്വത്തിൽ പിടിയുണ്ട്, പിന്നെ ഇവൻ ആ കളി മുഴുവൻ നടത്തുന്നത്. പുരോഹിതൻ പറഞ്ഞ് കളിക്കരുത്. ഇത് വേറെ ആളുണ്ട്, ശുശ്രൂഷയ്ക്കാക്കിയവരുണ്ട്. വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് പൊയ്ക്കൊള്ളുക. ലംഘനമാകുന്നു ചെയ്തിരിക്കുന്നത് അത് നിന്റെ ദൈവമായ യഹോവയുടെ മുൻപാകെ നിനക്ക് മാനമായിരിക്കില്ല. 19-ാമത്തെ വാക്യത്തിൽ ധൂപം കാട്ടുവാൻ ധൂപകലശം കയ്യിൽ പിടിച്ചിരിക്കുക ഉസിയാവ് കോപിച്ചു. ധൂപം കാട്ടുവാൻ ധൂപകലശം കയ്യിൽ പിടിച്ചിരിക്കുക ഉസിയാവ് കോപിച്ചു. ബൈബിള് കൈ വെച്ചോണ്ട് വഴക്കുണ്ടാക്കുന്ന ആൾക്കാരില്ലേ? ഉണ്ട്.
പിന്നെ ചിലർ വഴക്കുണ്ടാക്കുമ്പോൾ ഭാര്യയുടെ കയ്യിൽ കൊടുക്കും, നീ ഇത് പിടിച്ചേ, ഞാൻ രണ്ട് കാര്യം ഇച്ചിരിയുടെ മര്യാദ ഉണ്ട്. പണ്ടൊരു തള്ള യോഗത്തിനിരുന്ന് ഉറങ്ങി, അച്ഛൻ ഇഷ്ടപ്പെട്ടില്ല. ഏത് സഭയിലാണെന്ന് ഞാൻ പറയുന്നില്ല, വെറുതെ ആലോക്യം ഉണ്ടാക്കുന്നില്ല. അച്ഛൻ നല്ല ദൂതൊക്കെ ഒരുക്കി നല്ല ശരിക്ക് നിന്ന്, മൈക്കൊന്നും ഇല്ലാത്ത കാലമാണ്, ശബ്ദം എടുത്ത് പ്രസംഗിക്കണ്ടേ, ശക്തിയോടെ പ്രസംഗം പോയി തള്ള ഫ്രണ്ടിൽ ഇരുന്ന് ഉറങ്ങുക. അച്ഛൻ നോക്കിയിട്ട് അരിശവും വന്ന് അച്ഛനും. എന്നാലും അച്ഛൻ പറഞ്ഞു, നീ തള്ളേ, അച്ഛൻ പറഞ്ഞ ഭാഷ ഞാനിപ്പോ പറയുന്നില്ല. അങ്ങനുണ്ട്. വേറെ പുസ്തകം എടുത്ത് എറിയുമെന്ന്. കാരണം അച്ഛൻ നോക്കിയിട്ട് കനമുള്ളത് വേറെ ഒന്നും തള്ളേനെ എറിയാൻ, പിന്നെ കനമുള്ളത് ഇച്ചിരി നോക്കിയപ്പം അങ്ങനുണ്ട്. അല്ല, അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. വേറെ പുസ്തകമായിട്ട് വഴക്കുണ്ടാക്കും. ധൂപം കാട്ടുവാൻ ധൂപകലശം കയ്യിൽ പിടിച്ചിരിക്കുക ഉസിയാവ് കോപിച്ച് ഇവൻ പള്ളിക്കകത്ത് വെച്ച് വഴക്കുണ്ടാക്കി. യവനൊരു മകനുണ്ടായിരുന്നു യോധാം, 27:1. അപ്പന്റെ മോൻ എങ്ങനുണ്ട്? യോധാം വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 25 വയസ്സായിരുന്നു. അവൻ 16 സംവത്സരം യെരൂശലേമിൽ വാണു. അടുത്തത് അവന്റെ അമ്മയ്ക്ക് യെരൂശ എന്ന് പേർ. ഓടിച്ചു വായിരേ. അവൾ സാദോക്കിന്റെ മകൾ ആയിരുന്നു. അവൻ തന്റെ അപ്പനായ ഉസിയാവ് ചെയ്തതുപോലൊക്കെ പ്രസാദമായുള്ളത് ചെയ്തു എങ്കിലും യഹോവയുടെ ആലയത്തിലേക്ക് അവൻ കടന്നില്ല. ഇവൻ ആലയത്തിൽ കയറുകയില്ല. അപ്പൻ പള്ളിക്കകത്ത് വടക്കുണ്ടാക്കി, മോൻ പള്ളി കയറുകയില്ല. എടാ, നീ പള്ളിക്കകത്ത് വെച്ച് വടക്കുണ്ടാക്കുന്നതിനാണ് നിന്റെ സന്തതി പള്ളി വരികയില്ല, വരത്തില്ല. നിന്നെ കണ്ടല്ലേ കൊച്ചുങ്ങൾ വളരുന്നേ, അല്ലേ? ഈ സഭയെ വന്ന് വഴക്കുണ്ടാക്കിയ, പുക്കാറുണ്ടാക്കിയ, ഉപദേശിക്ക് കൊമ്പ് കോർക്കുക, കൂട്ടുവിശ്വാസിയായിട്ട് അടി ഉണ്ടാക്കിയ, നുണയും കൊതിയും പറയുകയും ബഹളം ഉണ്ടാക്കിയ ചെയ്താൽ നിന്റെ സന്തതി ഇത് കണ്ടോണ്ടിരിക്കുക. അവൻ പള്ളി കയറുകയില്ല. അപ്പൻ പള്ളിക്കകത്ത് വടക്കുണ്ടാക്കി, മോൻ പള്ളി കയറുകയില്ല. യവനൊരു മോനുണ്ടായിരുന്നു. 28-24 വായിച്ച്. 28-24 വായിരേ. ആഹാസ് ദൈവാലയത്തിലെ ഉപകരണങ്ങളെ എടുത്ത് ദൈവാലയത്തിലെ ഉപകരണങ്ങളെ ഉടച്ചു. തുടച്ചെന്നല്ലോ, അല്ല ഉടച്ചു. ഉടച്ചെന്ന നല്ല കൊച്ചുങ്ങൾ തുടയ്ക്കും. ഇവൻ തുടക്കിയല്ല, എടുത്ത് ഉടക്കുക. നല്ല നല്ല തലമുറ. യഹോവയുടെ ആലയത്തിന്റെ വാതിലുകൾ അടച്ചു കളഞ്ഞ് യെരൂശലേമിന്റെ ഓരോ മൂലയിലും ബലിപീഠങ്ങൾ ഉണ്ടാക്കി. പള്ളി പൂട്ടി. വല്യപ്പൻ പള്ളിക്കകത്ത് വഴക്കുണ്ടാക്കി, മോൻ പള്ളിക്കകത്ത് കയറുകയില്ല. കൊച്ചുമോൻ പള്ളി പൂട്ടി വെച്ച് പോയി. നല്ല ഫാമിലി. ചെല്ലി പറയത്തില്ലേ, ഞങ്ങളുടെ ഫാമിലി, അയ്യോ പിന്നെ കൂവപ്പള്ളി ഞങ്ങളുടെ ഫാമിലി, നല്ല പാറ്റ. വല്യപ്പൻ പള്ളിക്കകത്ത് വടക്കുണ്ടാക്കി, മോൻ പള്ളി കയറുകയില്ല, കൊച്ചുമോൻ പള്ളി പൂട്ടി വെച്ച് പോയി. ഇയാളുടെ മകനാണ് ആകാസിന്റെ മകനായ ഹിസ്കിയാവ്. അപ്പൊ ഗൃഹകാര്യം ക്രമത്തിലാക്കാൻ യെശയ്യാവ് പറയാൻ കാരണം അത് വിവരിക്കുന്നില്ല. എടാ, നിന്റെ അപ്പനാകുന്ന ആകാശ്, അതല്ലേ ആകാശിന്റെ കടികാരം എന്ന് പറഞ്ഞേക്കുന്നേ. നിന്റെ അപ്പനാകുന്ന ആകാശ് ദൈവസഭയ്ക്കും ആരാധനയ്ക്കും വിരുദ്ധമായി ചില കാര്യങ്ങൾ ചെയ്തു കൂട്ടിവെച്ചു. നീ അത് ക്രമീകരിക്കണം. നീ അത് ക്രമീകരിച്ചാൽ നിന്റെ ആയുസ്സിനെ കൂട്ടിത്തരാം. വിസ്തരിക്കുന്നില്ല, വിസ്തരിച്ചാൽ നേരം വെളുക്കുവോളം വിസ്തരിക്കാനുണ്ട്. എന്തുവായി ആകാശ് ചെയ്ത കുഴപ്പടി ഓടിച്ചു പറയാം. യവനെ അശ്ശൂർ രാജാക്കന്മാരുമായിട്ട് ചെന്ന് ചങ്ങാത്തത്തിൽ കൂടി. ആര്? ആകാശ്. അശ്ശൂർ രാജാവാകുന്ന തിക്ലത്ത് പിലേസറുമായി സംബന്ധം കൂടി, ചങ്ങാത്തം. എന്നിട്ട് ദൈവാലയം വക സാധനങ്ങളെല്ലാം എടുത്ത് ഇവൻ കപ്പം കൊടുക്കാൻ തുടങ്ങി. ഒരു കാര്യം ദൈവമക്കളോട് പറയാണ്, പാവപ്പെട്ട ദൈവമക്കൾ തരുന്ന സ്തോത്ര കാഴ്ചയും നന്മയും എടുത്ത് നീ കേസ് കളിക്കാനും കോടതി കൊടുക്കാനും പോകരുത്. മനസ്സിലാകുന്നുണ്ടോ? ഇലക്ഷന് നിൽക്കാൻ കുന്തമടിക്കുമല്ലോ, ഫോട്ടോ വെച്ചേ. ഞാൻ ദൈവമക്കളോടായി പറയാനേ, റോഡ് പണിക്ക് പോകുന്നവൻ അതിൻ്റെ ഒരു വിഹിതം കൊണ്ടുതരും. അടുക്കള ജോലിക്ക് പോകുന്ന സഹോദരിമാരുണ്ട്, മാന്യമായ ജോലിയാ, അതിൽ നിന്ന് കിട്ടുന്നതിൻ്റെ ഒരു വിഹിതമാണ്. മറ്റൊത്തിരി ഈ ചൂടും പിടിച്ച് റോഡ് പണിക്ക് എന്ത് ബുദ്ധിമുട്ടാ. ഈ ടാറുമൊക്കെ ചൂടായി കഴിഞ്ഞാൽ അതൊക്കെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നവരാ. അല്ല, അമേരിക്കയിലും ഗൾഫിലുള്ളവരും ചുമ്മാ കാശ് കിട്ടുന്നതല്ല, അവരും കഷ്ടപ്പെട്ടാ. ചെല്ലിയേക്കുന്ന ഗൾഫിലുള്ളവർക്ക് ഇഷ്ടം പോലെ ചുമ്മാ അറബി കൊണ്ട് കാശങ്ങ്. പിന്നെ രാവിലെ ഉറങ്ങി കിടമ്പോൾ അറബി വന്നു ജോർജ് കുട്ടി ഉറങ്ങുകയെന്നോ, ഇന്ന് തെറംസ് പിടിച്ചോണ്ട് ചായയും കുടിച്ച് കിടന്നുറങ്ങി, ഞാൻ നാളെയും വന്ന് കുറെ അങ്ങനെ കിട്ടുന്നതാണോ?
അയ്യോ ദൈവമേ, അത് ചൂട് പിടിച്ചത് നിങ്ങൾ എന്ത് കഷ്ടപ്പെട്ടാ. അതെ, ഞാൻ പകലും പ്രസംഗിച്ചും പറഞ്ഞു, അമേരിക്കയിലുള്ള നേഴ്സുമാരൊക്കെ എന്ത് കഷ്ടപ്പെടുക എന്നറിയാവോ? ഇവിടുത്തെ നേഴ്സുമാരെ പോലെ അവർക്ക് നല്ല കഷ്ടപ്പാടാണ്. ഇവിടെയൊക്കെ നമ്മൾ ആശുപത്രി ചെന്ന് നേഴ്സിനെ വിളിച്ച് എത്ര നേരം കഴിഞ്ഞാൽ ഒരു നേഴ്സ്, പിന്നെ അവിടെ ഒന്നും അങ്ങനല്ല. അയ്യോ എന്ത് ശുശ്രൂഷകളാണ് അവർ ചെയ്യുന്നത്. അതോ നാളൊരു തളേനെ ക്രൈം കൊണ്ടാണ് മറിച്ചത്, തമാശ പറഞ്ഞതല്ല. അയ്യോ 100-300 കിലോ ഉള്ള തളയല്ല ഇങ്ങനെ വലിയ തേക്ക് വെട്ടിയിട്ട പോലെ കിടക്കില്ലയോ. ഇതിനെയൊക്കെ എടുക്കുകയും മറിക്കുകയും ബുദ്ധിമുട്ടില്ലേ? അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ജോലി ചെയ്താ കിട്ടുന്നത്. അതിൻ്റെ ഒരു വിഹിതമാണ് നമുക്ക് തരുന്നത്. അത് നമ്മൾ ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിനും വിനിയോഗിക്കരുതെന്ന്. ഈ ആകാശ് ഈ നന്മയെടുത്ത് അശ്ശൂർ രാജാവിന് കൊടുത്തു. വാക്യങ്ങൾ എടുപ്പിക്കുന്നില്ല, കൊടുത്തു. ഒടുവിൽ ശത്രു ഇവനെ പീഡിപ്പിക്കാൻ വന്നപ്പോൾ ഇവൻ വീണ്ടും അശ്ശൂർ രാജാവിന്റെ സഹായത്തിന് ചെന്നു. സഹായത്തിന് ചെന്നപ്പോൾ കേട്ടു അശ്ശൂർ രാജാവ് ദമ്മേശക്കിലുണ്ടെന്ന്. അപ്പൊ ആകാശ് ദമ്മേശക്ക് ചെന്നു. ദമ്മേശക്ക് ചെന്ന് അശ്ശൂർ രാജാവ് തിക്ലത്ത് പിലേസറിനെ കണ്ടേച്ച് ഇവൻ അവിടെ നിന്നപ്പം ദമ്മേശക്കിൽ ഒരു യാഗപീഠം കണ്ടു, ജാതികളുടെ യാഗപീഠം. ഇവൻ നോക്കിയപ്പോ കാഴ്ചക്ക് അല്പം വലിപ്പമുണ്ട്, കൊള്ളാം, കാണാനും അല്പം. ഇവർക്ക് യാഗപീഠമുണ്ട് യെരുശലേമിൽ, അത് താമ്ര യാഗപീഠമാണ്, ഓൾഡാ, ഒത്തിരി പഴക്കമുള്ളതാ. ഇത് കാഴ്ചക്ക് ഇച്ചിരി വലിപ്പമുണ്ട്, നല്ലതുമാണ്. ഇവനുടനെ അതിന്റെ ഫോട്ടോ എടുത്ത്, ഇന്നത്തെ രീതി വെച്ചാ ഞാൻ പറയുന്നത്, ഫോട്ടോ എടുത്ത് വാട്സപ്പിൽ ഇവന്റെ പാസ്റ്റർക്ക് അയച്ചു കൊടുത്തു. ഊരിയ പാസ്റ്റർ പാസ്റ്ററെ ഊരുകല്ല, അല്ല ഇവൻ ഊരുന്നവനുമാ. ഇവൻ പെട്ടെന്ന് ഇതിന്റെ ഒരു പകർപ്പ്, ഒരു പിക്ചർ എടുത്ത് ഇവന്റെ പാസ്റ്റർക്ക് അയച്ചു കൊടുത്തു. ഊരിയ പാസ്റ്റർ ഈ പിക്ചർ കണ്ടു. അപ്പം പറഞ്ഞു, ഹായ് പാസ്റ്റർ, ഞാനിപ്പം ദമ്മേശക്കിലുണ്ട്, ലൈവിലുണ്ട്. ഓ, ഞാനിപ്പോൾ ഒരു പിക്ചർ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്, ഒരു യാഗപീഠത്തിന്റെ. ഞാൻ അവിടെ വരുന്നതിന് മുന്നേ പാസ്റ്റർ സെയിം യാഗപീഠം നമ്മുടെ പള്ളി പണിയണം. വിസ്തരിച്ചെടുത്തിട്ടില്ലെങ്കിൽ ഊരിയ പാസ്റ്റർ പറഞ്ഞു കാണും, അയ്യോ നമുക്കത് ഒക്കത്തില്ല, നമ്മുടെ ഇവിടെ ഇരിക്കുന്ന യാഗപീഠം ഇതിന്റെ ഒരു മാതൃക ഒറിജിനൽ സ്വർഗത്തിലുണ്ട്. ആ സ്വർഗത്തിലെ പകർപ്പാണ് ഇങ്ങോട്ട് തന്നിരിക്കുന്നത്. ഇതിന്റെ അളവും കണക്കും നീളവും വീതിയും ഉയരവും വലിപ്പവും എല്ലാം സ്വർഗത്തിലെ കണക്കാ. അത് നമ്മുടെ പടിനിയമത്തിന്റെ മധ്യസ്ഥനാകുന്ന മോശയ്ക്ക് കാണിച്ചു കൊടുത്ത മാതൃകയാ. ഈ മാതൃക പ്രകാരം പണിതതാ ഈ യാഗപീഠം. ഇത് ഒക്കത്തില്ല മാറ്റാൻ. അവൻ പറഞ്ഞ് മാറ്റിയില്ലെങ്കിൽ അതൊക്കെ പഴയ രീതിയാണ്, മാറ്റിയില്ലെങ്കിൽ ഞാൻ പെടലി കാണിക്കുകയെന്ന് പറഞ്ഞു. പാസ്റ്റർ പേടിച്ചു പോയി. പാസ്റ്റർ ഈ ആകാശ് ദമ്മേശക്ക് എന്ന് തിരിച്ച് യെരുശലേം എന്നപ്പോൾ പുള്ളി വേറെ യാഗപീഠം പണിതില്ലെങ്കിൽ ചില സഭയിലൊക്കെ ചില ആൾക്കാർ പറയും പോലെ നിന്നില്ലേ ഇരുന്ന് പൊറുക്കാനൊന്നും. അയ്യോ, ഉണം പിടിക്കാത്തവനൊക്കെ പറയുന്ന പോലെ തന്നെ നിൽക്കണം. പക്ഷേ ഇന്ന രീതിയിലേ പ്രസംഗിക്കാവുള്ളൂ, ഇന്ന വിഷയമൊന്നും ഇവിടെ പറഞ്ഞേക്കരുത്, കൂടുതൽ ഉപദേശമൊന്നും പറയണ്ട. ഇവിടെ അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അല്ലെ പിന്നെ കേന്ദ്രത്തിൽ ചെന്ന് പറയും പാസ്റ്റർ എത്രയും പെട്ടെന്ന് മാറ്റാൻ. അതുകൊണ്ട് പാസ്റ്റർമാരുടെ ഭാര്യമാർ പറയും, നിങ്ങൾ ഒന്നും നിങ്ങൾ എന്തിനാ ഇവനെല്ലാം ഗുണപ്പെടുത്തും, നിങ്ങൾ ഒന്നും പറയണ്ട, നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ എന്നോട് അങ്ങ് പറഞ്ഞാൽ മതി, ഉപദേശമല്ല. രക്ഷപ്പെട്ടു പോകണ്ടേ? അല്ല, അധികാരമാ. ഇവൻ ചെന്ന് അതുപോലെ പണിതു. ഉസിയാവ് തിരിച്ചു വന്നപ്പോൾ ജാതികളുടെ മാതൃകയിൽ ഒരു യാഗപീഠം പണിത് വെച്ചേക്കുന്നു. അതല്ലേ ഇപ്പൊ ദൈവസഭകൾക്കകത്ത് ജാതികൾക്കുള്ളതുപോലെയല്ല ഇതിനകത്ത് പകർത്തിക്കൊണ്ടിരിക്കുക. സ്തോത്രം. തിരിച്ചു വന്നപ്പോൾ ദമ്മേശക്കിലെ സെയിം യാഗപീഠം ഇവിടെ കൊണ്ട് സ്ഥാപിച്ചു. ചെയ്ത കാട്ടായ്മ ദൈവത്തിന്റെ യാഗപീഠം അവിടുന്ന് ഇളക്കി. ദൈവത്തിന്റെ യാഗപീഠം അവിടുന്ന് ഇളക്കി യവന്റെ യാഗപീഠത്തിന്റെ വടക്ക് വശത്ത് കൊണ്ടുവച്ചു. എല്ലാവരുടെ ഇരിപ്പ് കണ്ടിട്ട് ഞാൻ എഴുതി വെച്ചതാണ്, വായിച്ച് അതുകൂടെ വായിച്ചങ്ങ് പൊക്കൂ, അല്ലെ പിന്നെ നിങ്ങൾ ചിന്തിക്കും ഇതൊക്കെ ഉള്ളതാണോ എന്ന്. പുസ്തകത്തിലുണ്ട്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 16-ാം അധ്യായത്തിന്റെ 10 മുതൽ പെട്ടെന്ന് വായിച്ചു, ഓടിച്ച് വായിക്കണം, അമാന്തിക്കാതെ സ്പീഡിൽ വായിച്ചോണം. 16-ന്റെ 10 തന്റെ ഈ ഭാഗത്തുണ്ട്, ഇങ്ങോട്ട് മറിച്ചേച്ച് തന്റെ ഇവിടെ വരും. 16-10 വായിച്ചേ. ആഹാസ് രാജാവ് അശ്ശൂർ രാജാവായ തിഗ്ലത്ത് പിലേസറിനെ എതിരെ എതിരേക്കാൻ ചെന്നു. ബലിപീഠം കണ്ടു. ആഹാസ് രാജാവ് ബലിപീഠത്തിന്റെ ഒരു പ്രതിമയും അതിന്റെ എല്ലാ പണിയോടും കൂടെ
ഉള്ള മാതൃകയും ഊരിയ പുരോഹിതന് കൊടുത്തയച്ചു. ഊരിയ പാസ്റ്റർക്ക് പിക്ചർ അങ്ങോട്ട് അയച്ചു കൊടുത്തു. ഈ ഊരിയ പുരോഹിതൻ ഒരു യാഗപീഠം പണിതു. ഊരിയ പുരോഹിതൻ അയച്ച മാതൃക പ്രകാരം ദമ്മേശക്കിലെ യാഗപീഠം യെരൂശലേമിൽ പണിതു. അടുത്തത് ആഹാസ് രാജാവ് ദമ്മേശക്കിൽ നിന്ന് അയച്ച പ്രകാരമൊക്കെയും ആഹാസ് രാജാവ് ദമ്മേശക്കിൽ നിന്ന് വരുമ്പോഴേക്ക് ഊരിയ പുരോഹിതൻ അത് പണിതിരുന്നു. പിന്നെ രാജാവ് ദമ്മേശക്കിൽ നിന്ന് വന്നപ്പോൾ ആ യാഗപീഠം കണ്ടു. ആ യാഗപീഠം ജാതികളുടെ യാഗപീഠം കണ്ടു. പിന്നെ രാജാവ് യാഗപീഠത്തിൽ ചെന്ന് അതിന്മേൽ കയറി. അവൻ ചാടി അതിന്റെ മണ്ടേ കയറി. ഓരോ വിനിയോഗിക്കുന്ന കണ്ടോണം. ചാടി ഇതിന്റെ മണ്ടേ കയറി കൺവെൻഷനും ക്രൂസൈഡും പവർ കോൺഫറൻസും ഫയർ മീറ്റിംഗും ഹോമയാഗവും ഭോജനയാഗവും ആണെന്ന് അതെല്ലാം ദഹിപ്പിച്ച പാനീയാഗവും പകർന്ന് പിന്നെ സമാധാനയാഗങ്ങളെ രക്തവും യാഗപീഠത്തിന്മേൽ തളിച്ചു. പിന്നെ യഹോവയുടെ സന്നിധിയിലെ താമ്രപീഠം യഹോവയുടെ സന്നിധിയിലെ താമ്രയാഗപീഠം അല്ല താമ്രപീഠം ദൈവത്തിന്റെ താമ്രപീഠം അവൻ ആലയത്തിന്റെ മുൻവശത്ത് തന്റെ യാഗപീഠത്തിനും യഹോവയുടെ ആലയത്തിനും മധ്യേ നിന്ന് അവിടുന്ന് ഇളക്കിയെന്ന് ദൈവത്തിന്റെ പ്രമാണപ്രകാരം പണിതത് ഇവിടുന്ന് ഇളക്കി. തന്റെ യാഗപീഠത്തിന്റെ വടക്ക് വശത്ത് കൊണ്ടുപോയി വെച്ചു. കൊണ്ട് സ്ഥാപിച്ചത് എന്ന് പറഞ്ഞാൽ പ്രമാണപ്രകാരമുള്ള ആരാധന നിർത്തലാക്കി, വ്യവസ്ഥ പ്രകാരമുള്ള ആരാധന സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു. എന്നിട്ട് ഇപ്പോഴത്തെ മോഡേണിസം കൊണ്ടുവന്ന് ഇതിനകത്ത് കയറ്റി. ഇത് ആത്മീക ലോകത്ത് ഇപ്പം നടക്കുന്നത് അല്ലേ? ഇപ്പം നിങ്ങൾ എതിര് പറയരുത്. ഒരു വിവാഹ ശുശ്രൂഷയെ നിങ്ങൾ ചെന്നേ, വചന ശുശ്രൂഷയ്ക്ക് അധികം സമയം ഇല്ല. അതിൽ കൂടുതലും സമയം കവർന്നെടുക്കുന്ന പാട്ടുകാരാ. പാട്ട് തെറ്റ ഞാനും പാടുന്ന ആളാ, പാട്ട് നല്ലതാ. പക്ഷേ കൂടുതൽ സമയം തമാശ പറഞ്ഞതല്ല, തന്നെയല്ല, ഇത് കോൺട്രാക്ട് ബേസ് കൊടുക്കുകയല്ലേ. ദൈവകൃപയിൽ നിന്ന് പരിശുദ്ധാത്മ നിറവിൽ ദൈവഭക്തിയോടെ പക്വതയോടെ പരിജ്ഞാനത്തോടെ ഗാന ശുശ്രൂഷ ചെയ്യുന്ന ടീമുകളും ആൾക്കാരുമുണ്ട്. അവരെ ഓർത്ത് ദൈവത്തിന് മഹത്വം. എല്ലാവരും മോശക്കാരാ നല്ലി പറഞ്ഞത്. ഇതിപ്പം ബിസിനസ് അല്ലേ? വചന ശുശ്രൂഷയ്ക്ക് സമയമില്ലല്ലോ. പണ്ടത്തെ ആരാധന ഇപ്പോഴത്തെ സാഹചര്യം ഞാൻ എതിർക്കുന്നില്ല. എല്ലാവരും കൂടെ ചേർന്നാ പാട്ട് പാടുന്നേ. കൈയുള്ളവൊക്കെ അടിച്ച് പാട്ട് പാടി ആത്മാവിൽ നിറഞ്ഞാൽ ഒരു വിടുതല. ഞാൻ ഇടയ്ക്ക് കയറി പറഞ്ഞതേ ഉള്ളു. അത് മുഴുവൻ ഇവിടുന്ന് ഇളക്കി, ഇത് മുഴുവൻ ഇളക്കി അപ്പറയാക്കിയിട്ട് യവൻ കൊണ്ട് സ്ഥാപിച്ചു. അതുകൊണ്ടാ പറഞ്ഞ ഗൃഹകാര്യം ക്രമത്തിലാക്കിയാൽ നിനക്ക് വിടുതല. ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തുവേശുവിൽ ദൈവ ഇഷ്ടം. ഒറ്റ കാര്യം പറഞ്ഞ് എന്റെ വാക്ക് നിർത്തുക. എന്നെ കേൾക്കുന്ന ബഹുമാനിരാ പ്രിയപ്പെട്ടവർ പറയാം, ഞാനും നിങ്ങളും ദൈവത്തിന്റെ ഹിതം ചെയ്യാൻ ഒരുമ്പെട്ടാൽ മനുഷ്യരെല്ലാം നമുക്ക് എതിരാകും. നിന്റെ വീട്ടുകാരും എതിരാകും, ഭാര്യ എതിരാകും, ഭർത്താവ് എതിരാകും, കുഞ്ഞുങ്ങൾ എതിരാകും, സഭക്കാരെതിരാകും, കൂട്ടുവേലക്കാരെതിരാകും. പക്ഷെ നീ തളർന്നു പോകരുത്. ദൈവഹിതത്തിന് നമ്മെ സമർപ്പിക്കണം. അതിനേറ്റവും വലിയ ഉദാഹരണം നമ്മുടെ കർത്താവാണ്. നിങ്ങൾക്കെല്ലാം അറിയാം, ഗതസമനെ വെച്ച് നമ്മുടെ കർത്താവ് പ്രാർത്ഥിക്കുക. വരുവാനുള്ള പീഡകളും പങ്കപ്പാടുകളും ക്രൂശീകരണമെല്ലാം കണ്ടുകൊണ്ട് അവിടുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണം. എന്നിട്ട് ചേർന്ന് പറഞ്ഞു, അല്ലല്ല, എൻ്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം. അടുത്ത വാക്യം നിങ്ങൾ വായിച്ചാൽ ലൂക്കോസിൽ ഇങ്ങനെ, അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ ഇറങ്ങി. അർത്ഥം ഇത്രയേ ഉള്ളൂ, ദൈവഹിതത്തിന് ഞാനും നിങ്ങൾ ഒന്ന് സമർപ്പിച്ചാൽ, ഭാര്യയോ ഭർത്താവോ മക്കളോ കൂട്ടുവേലക്കാരും നിന്നെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ദൈവം ദൂതനെ ഇറക്കും. ദൈവം ഇറക്കും. ഇന്ന് രാത്രി ദൈവഹിതത്തിന് നമ്മെ ഒന്ന് സമർപ്പിക്കാം. അവിടുത്തെ ഇഷ്ടം, അവിടുത്തെ ഹിതം, അവിടുത്തെ ആലോചന നമ്മുടെ ജീവിതത്തിൽ നിറവേറുവാൻ എല്ലാവരും ഒന്ന് സമർപ്പിച്ചാട്ടെ. ഇന്ന് രാത്രി എല്ലാവരും സമർപ്പിക്കാം. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് കർത്താവിന്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ച് ദൈവഹിതപ്രകാരം ജീവിക്കുവാൻ ഇന്ന് രാത്രി എല്ലാവരും സമർപ്പിച്ചാട്ടെ. ദൈവത്തിന്റെ ഹിതത്തിന് നമുക്കൊന്ന് ഏൽപ്പിക്കാം. പഴയ പാട്ടിന്റെ 2 ചരണങ്ങൾ കൈകളടിച്ചൊന്ന് പാടിയാട്ടെ. എന്റെ ദൈവമേ, നിന്നിഷ്ടം ചെയ്യൂ
പാടുന്ന താളത്തിന് എന്നോട് ചേർന്ന് കൈകളടിച്ച് പാടണം. പാട്ടൊടപ്പരുത്, താളം ഉടപ്പരുത്, സമയം പോകുന്നവർക്ക് ഉഴപ്പുകയും ചെയ്യരുത്. ഏതായാലും പണ്ടൊരു തള്ള പറഞ്ഞ പോലെ മാമി നരകത്തിൽ അന്ന് കുറിച്ചിയും കൂടെ ചൂടാണ്. അപ്പൊ എന്തായാലും 2 ശീല് പാട്ട് പാടി നമുക്ക് അങ്ങ് പിരിയാം. എന്റെ ഈ പമ്പേ നിന്നിഷ്ടം ചെയ്യുവാൻ